നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം. അഖില കേരള തന്ത്രി സമാജത്തിന്റെ ഉത്തരമേഖലാ ഘടകം, അതിന്റെ വനിതാ ഘടകമായിട്ടുള്ള അന്തർജന സഭയുടെ പരിപാടി ആരംഭിക്കുകയാണ്. നമ്മുടെ വൈശാഖ മാസാചരണം വളരെ ഗംഭീരമായിട്ട് നമ്മൾ കൊണ്ടാടുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ദിവസവും നമ്മൾ നടത്തി വരാറുള്ള പ്രഭാഷണ പരമ്പര ഇന്നത്തെ ദിവസം നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മൾക്ക് ഇന്നലെ നമ്മൾ സരിത അയ്യരുടെ പ്രഭാഷണം നമ്മളെല്ലാവരും ശ്രവിച്ചു. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് ഇന്നത്തെ ദിവസം പ്രഭാഷണം നടക്കുകയാണ്. ഇപ്പൊ സരിത അയ്യരെ, സരിത ചേച്ചിയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നലെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് ഇന്നും വന്നിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് സരിത ചേച്ചിയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഏറ്റുമാനൂരപ്പൻ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. ബിസിനസ് മാനേജ്മെന്റ് ആണ് പഠിപ്പിക്കുന്നത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും സുപരിചിതയായിരിക്കുന്നത് പ്രഭാഷണ പരമ്പരകളിലൂടെയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് നമ്മൾ മിക്കവരും ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ് സരിത അയ്യർ. സരിത ചേച്ചി നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ പരിപാടിയിലേക്ക് പങ്കെടുക്കുന്ന എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പൊ നമുക്ക് പ്രാർത്ഥനയോടുകൂടി നമുക്ക് തുടങ്ങാം. നമ്മുടെ പ്രാർത്ഥനയ്ക്കായിട്ട് ഗീത ഏവാഞ്ചേരി, ഗീത എടുത്തിയെ ക്ഷണിക്കുന്നു. മെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നുമെന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയാൽ എൻ്റെ മനസ്സിലും നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എൻ പിഞ്ചു കയ്യിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. നമസ്കാരം. താങ്ക് യു അടുത്തി. അപ്പൊ നമുക്ക് നേരിട്ട് പരിപാടിയിലേക്ക് കടക്കാം. നമുക്കൊരു 9:05, 9:10 വരെയൊക്കെ നമുക്ക് പോകാം. അതിനുശേഷം ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ അഭിപ്രായങ്ങൾ പറയണമെങ്കിലോ ഒക്കെ ആവാം. സരിത ചേച്ചി, അപ്പൊ നമുക്ക് പ്രഭാഷണ പരമ്പരയിലേക്ക് കടക്കാം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഹി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. നമ്മൾ ഇന്നലെ ദേവി ഭാഗവതം 9-ാം സ്കന്ധം 10-ാമത്തെ അധ്യായം തൊട്ട് 20-ാമത്തെ അധ്യായം വരെയാണ് കണ്ടത്. അതില് ഇപ്പോ നമ്മള് ഇന്നലെ കണ്ടത് ഗോലോകത്തില് രാധികാദേവിയുടെ ശാപനിമിത്തം ഭൂമിയില് തുളസിയായിട്ട് പിറന്ന ഒരു ഗോപികയെ പറ്റിയും, അതുപോലെ തന്നെ സുദാമാവ് എന്ന് പറയുന്ന ഒരു ഗോപനും രാധികാദേവിയുടെ ശാപനിമിത്തം ശംഖചൂടനായി ഭൂമിയിൽ പിറന്നു എന്നതും, അവര് തമ്മിൽ വിവാഹം കഴിച്ചതും, കാരണം രണ്ടുപേരും വിഷ്ണുവിന്റെ അംശം തന്നെയാണ്, അവർ തമ്മിൽ വിവാഹം കഴിച്ച് ജീവിക്കുന്നതും. എന്നാൽ ശംഖചൂടൻ ദേവലോകത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയത് കൊണ്ട് ദേവന്മാരാകെ ദുഃഖിതരായി ബ്രഹ്മാവിനെ അഭയം പ്രാപിച്ചു. ബ്രഹ്മദേവൻ വിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. അവിടെ നിന്ന് അവരെല്ലാവരും കൂടി മഹാദേവനെ അഭയം പ്രാപിച്ചു. മഹാദേവൻ എന്താണെങ്കിലും അവർക്ക് വാക്കു കൊടുക്കുകയാണ് ശംഖചൂടനെ വധിച്ച് ആ ദേവലോകം ദേവന്മാർക്ക് തിരിച്ചു കൊടുക്കാമെന്ന്. അപ്പൊ അതുവരെയുള്ള ഭാഗമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. എന്താണെങ്കിലും യുദ്ധം തുടങ്ങാൻ പോവുകയാണെന്ന് ശംഖചൂടന് മനസ്സിലായി. തുളസിയുമായിട്ട് കൊട്ടാരത്തില് അന്നത്തെ ദിവസം കഴിഞ്ഞുകൂടുന്നു. പിന്നീട് അടുത്ത ദിവസം തൊട്ടുള്ള രംഗമാണ് 21-ാമത്തെ അധ്യായം തൊട്ട് നമുക്ക് കാണേണ്ടത്. അപ്പൊ ഇവിടെ പറയുകയാണ്, ശംഖചൂടൻ ഒരു കൃഷ്ണഭക്തനാണ്, അല്ലെ? ഗോലോകത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃഷ്ണനെ മനസ്സാ ധ്യാനിച്ചുകൊണ്ട് ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ആ വസ്ത്രമൊക്കെ മാറി തിലകമെല്ലാം തൊട്ട് ധാരാളം ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. യുദ്ധത്തിനായിട്ട് പുറപ്പെടുകയാണ്. മാത്രമല്ല, ഇനി രാജ്യകാര്യങ്ങളെല്ലാം യുദ്ധത്തിന് പോകുന്നതായതുകൊണ്ട് രാജ്യകാര്യങ്ങൾക്കൊന്നും ഒരു കുറവും വരാൻ പാടില്ല. അതുകൊണ്ട് പുത്രനെ രാജ്യഭാരം എല്ലാം ഏൽപ്പിച്ചു.
തന്റെ ഭാര്യയെയും പുത്രനെ ഏൽപ്പിച്ചു നോക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഈ അക്ഷൗഹിണി പടയും എല്ലാമായിട്ട് യുദ്ധത്തിനായിട്ട് പുറപ്പെടുകയാണ്. അങ്ങനെ കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ സൈന്യത്തെ എല്ലാം ഒരിടത്ത് നിർത്തിയിട്ട് നേരെ മഹാദേവനെ കാണാനായിട്ട് പോവുകയാണ്. അങ്ങനെ മഹാദേവന്റെ അടുക്കലെത്തി. അവിടെ മഹാദേവനെ കണ്ടതോടുകൂടി നേരെ ചെന്ന് മഹാദേവനെ നമസ്കരിച്ചു. മഹാദേവന്റെ കൂടെ ആരൊക്കെയുണ്ട്? കാളീദേവി ഉണ്ട്, സ്കന്ദനുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ അവരെ എല്ലാവരെയും നമസ്കരിച്ചു. അവരെല്ലാവരും ശംഖചൂടനെ ആശീർവദിച്ചു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ശംഖചൂടൻ പറയുകയാണ്, അങ്ങ് യുദ്ധത്തിനായിട്ട് വന്നിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങേക്ക് എന്താണ് എന്നോട് പറയാനുള്ളത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ മഹാദേവൻ പറഞ്ഞു, നിനക്ക് പൂർവ്വജന്മ സ്മരണയുണ്ടല്ലോ. നീ കഴിഞ്ഞ ജന്മത്തില് ഒരു ഗോപനായിരുന്നു. വിഷ്ണുവിന്റെ അംശമാണ്. ശംഖചൂടനായിട്ട് ജനിച്ചതാണ്. ഇപ്പൊ രാധാദേവിയുടെ ആ ഒരു ശാപം കൊണ്ട് ഭാരതത്തില് ജനിച്ചതാണ്. പക്ഷേ മഹാദേവൻ പറയുന്നു, എനിക്ക് ഒരു കാര്യം മാത്രം മനസ്സിലാകുന്നില്ല. പൊതുവെ വൈഷ്ണവര്, വിഷ്ണു ഭക്തര്, ഇവിടെ ശംഖചൂടൻ ഒരു വിഷ്ണു ഭക്തനാണല്ലോ. പൊതുവെ ഈ വിഷ്ണു ഭക്തരായിട്ടുള്ളവര് ബ്രഹ്മാവ് തൊട്ട് തൃണം വരെ സകലതും നിസ്സാരമാണെന്നാണ് വിചാരിക്കുന്നത്. അവര് ശ്രീഹരിയുടെ സാലോക്യവും സാമീപ്യവും സാരൂപ്യവും സായുജ്യവും വരെ നിസ്സാരമാണെന്നാണ് കരുതുന്നത്. അവർക്ക് ആകെ ചെയ്യേണ്ടത് എന്താണ്? ഭഗവാന്റെ സേവനം. ഇങ്ങനെയുള്ളവരാണ് പൊതുവെ വിഷ്ണു ഭക്തർ എന്നറിയപ്പെടുന്നത്. പക്ഷേ മഹാദേവൻ പറയാണ്, നീയോ ഇവിടെയോ? നീ സഹജീവികളെ പരിഗണിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ദേവന്മാർക്ക് അവകാശപ്പെട്ട ആ ഒരു ഭൂമി പിടിച്ചടക്കി, ആ ഒരു ദേവലോകം പിടിച്ചടക്കി ജീവിക്കുകയാണ്. അപ്പൊ എന്തിനാണ് ഈ ദേവന്മാരുടെ രാജ്യത്തോട് നിനക്ക് ഇത്രമാത്രം ഭ്രമം? അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ദേവന്മാർക്ക് അവർക്ക് അർഹിക്കപ്പെട്ട രാജ്യം അവരനുഭവിക്കട്ടെ. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? അവർക്ക് ആ അർഹിക്കപ്പെട്ട രാജ്യം കൊടുത്തിട്ട് നീ നിന്റെ രാജ്യത്തില് സുഖമായിട്ട് വാഴുക. സഹജീവികളെ ആക്രമിച്ചത് മതിയാക്കുക. കാരണം എന്താണ്? എല്ലാവരും കശ്യപന്റെ വംശത്തിൽ ജനിച്ചവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സഹജീവികളാണ്. അപ്പൊ അതുകൊണ്ട് അവരെ ഉപദ്രവിച്ചത് മതിയാക്കുക എന്ന് മഹാദേവൻ പറയുകയാണ്. അപ്പൊ മഹാദേവൻ പറഞ്ഞതെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി ശംഖചൂടൻ കേട്ടു. എന്നാലും ശംഖചൂടൻ അദ്ദേഹത്തിന്റെ വാക്കുകള്, മഹാദേവന്റെ വാക്കുകൾ അനുസരിക്കാൻ തയ്യാറായില്ല. അപ്പം ശംഖചൂടൻ ഇതിന് പറയുന്ന മറുപടി, ഈ ഐശ്വര്യം എല്ലാം എനിക്ക് പരമാത്മാവ് തന്നതാണ്. പിന്നെ ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധം അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതാണോ? എത്ര കാലമായിട്ട് ഈ യുദ്ധം തുടങ്ങിയതാണ്. ചില സമയം അസുരന്മാര് ജയിക്കും, ചില സമയം ദേവന്മാര് ജയിക്കും. അതിങ്ങനെ ഞങ്ങളുടെ മത്സരം നടന്നുകൊണ്ടിരിക്കും. പക്ഷേ ഞങ്ങളോട് രണ്ടുപേരോടും തുല്യ ബന്ധമുള്ള ഒരാളാണ് അങ്ങ്. അങ്ങ് ഇവിടെ വന്നിട്ട് എന്നോട് യുദ്ധം ചെയ്യുന്നത് ശരിയാണോ? മാത്രല്ല അങ്ങേക്ക് നാണക്കേട് കൂടിയല്ലേ, ലജ്ജയില്ലേ അങ്ങേക്ക് എന്നോട് യുദ്ധം ചെയ്യാൻ? ഇനി ഈ യുദ്ധം ചെയ്യുമ്പോൾ ഞങ്ങളെങ്ങാനും അങ്ങെങ്ങാനും ജയിച്ചു എന്ന് വെക്കുക, അത് അങ്ങേക്ക് വലിയ ഒരു എന്താ പറയാ, പ്രശസ്തി നേടിത്തരുന്ന ഒരു കാര്യമൊന്നുമല്ല. കാരണം ഞങ്ങൾ അസുരന്മാരാണ്, അങ്ങൊരു ഇത്രയും വലിയ ഒരു ദേവനാണ്. ഇനി അങ്ങ് തോറ്റുപോയാലോ ഞങ്ങളുമായിട്ടുള്ള യുദ്ധത്തില്? എത്ര മാത്രം അങ്ങേക്ക് നാണക്കേടാണ് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് അങ്ങ് ഇതെല്ലാം ഒന്ന് ആലോചിക്കാന്ന് ശംഖചൂടൻ മഹാദേവനോട് പറയുകയാണ്. അപ്പൊ മഹാദേവൻ നല്ല കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. നല്ല ചിരിച്ചുകൊണ്ട് മഹാദേവൻ പറയുകയാണ്, അല്ല ഇപ്പൊ ഈ യുദ്ധം ചെയ്യുന്നതിന് ഞാൻ എന്തിനാണ് ഇത്ര നാണം കെടുന്നത്? നീ ഒരു വിഷ്ണു ഭക്തനല്ലേ? ആ വിഷ്ണു എത്ര പേരോട് യുദ്ധം ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ മധുകൈടപന്മാരോട് യുദ്ധം ചെയ്തില്ലേ? ഹിരണ്യകശിപുവിനോട് യുദ്ധം ചെയ്തു, ഹിരണ്യാക്ഷനോട് യുദ്ധം ചെയ്തു. ഞാനും ത്രിപുരന്മാരോടൊക്കെ യുദ്ധം ചെയ്തിട്ടുണ്ട്. ഇനി എന്റെ ശക്തിയായിട്ടുള്ള ദേവിയോ എത്രമാത്രം യുദ്ധം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാല് എനിക്കത്ര മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല. പിന്നെ യുദ്ധത്തില് ഏതെല്ലാം അസുരന്മാര് ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ടോ അവരെക്കാൾ എല്ലാം കേമനാണ് നീ. അതുകൊണ്ട് നിന്നോട് യുദ്ധം ചെയ്യാന്ന് പറയുന്ന അത്ര നാണക്കേടൊന്നുമില്ല. പിന്നെ നിനക്ക് തുല്യനായിട്ട് വേറെ ആരുമില്ല. പക്ഷെ എനിക്ക് ഈ യുദ്ധം ഒഴിവാക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്? ദേവന്മാർ എന്റെ അടുക്കൽ ശരണം പ്രാപിച്ചിരിക്കുകയാണ്. ഞാൻ ശ്രീഹരിക്ക് വാക്കു കൊടുത്തിട്ടുണ്ട്, ഈ യുദ്ധം ചെയ്ത് നിന്നെ വധിച്ച് ദേവന്മാർക്ക് അവർക്ക് അർഹിക്കപ്പെട്ട രാജ്യം തിരിച്ചു കൊടുത്തോളാം, ലോകം തിരിച്ചു കൊടുത്തോളാം എന്ന് വാക്കു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ യുദ്ധം ഒഴിവാക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ യുദ്ധമല്ലാതെ നിനക്ക് വേറെ വഴിയൊന്നും ഇല്ല എങ്കിൽ നമ്മളിങ്ങനെ വെറുതെ വാദിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നിട്ട് എന്താണ് കാരണം എന്ന് പറഞ്ഞിട്ട് മഹാദേവൻ ആ സംഭാഷണം അവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പൊ എന്ത് ചെയ്തു? ശംഖചൂടനും എന്താണെങ്കിലും തൊഴുതുകൊണ്ട് കൂടെ ഒന്ന് രണ്ട് പേര് വന്നിട്ടുണ്ട്. അവരോടെല്ലാം
യാത്ര പറഞ്ഞ് മഹാദേവനെ ശിരസാ പ്രണമിച്ചിട്ട് അപ്പോൾ തന്നെ തന്റെ കൊട്ടാരത്തിലേക്ക് പോരുകയാണ്. പിന്നെ എന്താണ്, യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പാണ്. മഹാദേവനും തന്റെ സൈന്യത്തിനെ, അതായത് സ്കന്ദനുണ്ട്, കാളിയുണ്ട്, നന്ദിയുണ്ട്, എല്ലാവരുമായിട്ട് സൈന്യത്തിനെ റെഡിയാക്കി ശംഖചൂടനും സൈന്യങ്ങളോടുകൂടി യുദ്ധത്തിന് തയ്യാറായിട്ട് നിന്നു എന്ന് പറയുകയാണ്. അങ്ങനെ അതിഭീകരമായിട്ടുള്ള യുദ്ധം നടക്കുകയാണ്. സ്കന്ദനൊക്കെ വളരെ പരാക്രമശാലിയായിട്ടാണ് യുദ്ധം നടത്തുന്നത്, യുദ്ധത്തിനെ നേരിടുന്നതെന്ന് പറയാണ്. സ്കന്ദന്റെ പരാക്രമം കാരണം ധാരാളം ആളുകൾ മരിച്ചു വീണു. പക്ഷെ അതോടൊപ്പം തന്നെ സ്കന്ദനും ചില സമയങ്ങളിൽ ചില പരിക്കൊക്കെ ഏൽക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. മഹാകാളി ഒരു വശത്ത് ഈ അസുരന്മാരെ എല്ലാം വിശക്കുമ്പോൾ തിന്ന് കുറെ പേരെ വധിക്കുന്നുണ്ട്. അങ്ങനെ ദേവിയും വളരെ ശക്തമായിട്ടുള്ള ഘോരമായിട്ടുള്ള യുദ്ധം കാഴ്ചവെക്കുകയാണ്. ദേവി യുദ്ധം ചെയ്യുമ്പോൾ പല തരത്തിലുള്ള അസ്ത്രങ്ങൾ അയക്കുന്നതായിട്ട് പറയുന്നു. പക്ഷെ ഏത് അസ്ത്രം അയച്ചാലും അതിനെ നശിപ്പിക്കാൻ തക്കവണ്ണമുള്ള ഒരു പ്രത്യസ്ത്രം ശംഖചൂടൻ പ്രയോഗിക്കുകയാണ്. അപ്പൊ അവസാനം ദേവിക്ക് തന്നെ അതിശയമായി. അതിനുശേഷം ദേവി എന്ത് ചെയ്തു, വളരെ കുപിതയായിട്ട് പാശുപതാസ്ത്രം എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. പാശുപതാസ്ത്രം ഉപയോഗിച്ചാൽ പിന്നെ അത് ഫലിക്കണം അല്ലെ. അപ്പോഴേക്കും ആകാശത്തില് ഒരു അശരീരി കേട്ടു എന്ന് പറയുകയാണ്. അതായത് ഹരിയുടെ ഒരു മന്ത്ര കവചം ഇവനിലുണ്ട്. ആരില്? ശംഖചൂടനിൽ. അത് ഉള്ളിടത്തോളം കാലം ഇവനെ വധിക്കാൻ സാധിക്കില്ല, ഒരു മഹാത്മാവിനും വധിക്കാൻ സാധിക്കില്ല. മറ്റൊന്ന്, ഈ ശംഖചൂടന്റെ പത്നിയുടെ ആ സതീത്വം പോകണം. അത് നിലനിൽക്കുന്നിടത്തോളം കാലം ഇവന് ജരയും മൃത്യുവും ഉണ്ടാകില്ല എന്ന് ബ്രഹ്മദേവൻ വാക്കുകൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചാൽ മാത്രമേ ഇവനെ കൊല്ലാൻ സാധിക്കൂ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും, എന്തിനാ ഈ ശംഖചൂടനെ കൊല്ലേണ്ടത്? ഇപ്പൊ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ കയറി വേറൊരാള് നമ്മളെ ഇവിടെ നിന്നെല്ലാം ഇറക്കി വിട്ടിട്ട് നമ്മുടെ ഇവിടെ ജീവിക്കാൻ തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും? അധർമ്മമല്ലേ? അധർമ്മം തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ദേവന്മാർക്ക് ഒരു സ്ഥലം ഡെപ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അസുരന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അസുരന്മാർക്ക് പലപ്പോഴും അത്യാഗ്രഹമാണ്, ദേവന്മാരുടെ ലോകം പിടിച്ചടക്കണം. അതുകൊണ്ടാണ് പലപ്പോഴും ഈ അസുരന്മാർക്ക് പരാജയം സംഭവിക്കുന്നത്. എന്താണെങ്കിലും ഇത് കേട്ടതോടുകൂടി കാളീദേവിക്ക് മനസ്സിലായി, ഈ അശരീരി കേട്ടതോടുകൂടി കാളീദേവിക്ക് മനസ്സിലായി അങ്ങനെ പെട്ടെന്നൊന്നും ഈ ശംഖചൂടനെ കൊല്ലാൻ സാധിക്കില്ല. തൽക്കാലം വിശപ്പടക്കാന്ന് വിചാരിച്ച് ലക്ഷക്കണക്കിന് അസുരന്മാരെയൊക്കെ കൊന്നൊടുക്കി ഈ വിശേഷമൊക്കെ ഒന്ന് മഹാദേവനോട് വന്ന് പറയാന്ന് വിചാരിച്ചു. താൻ ധാരാളം ഇങ്ങനെ അസുരന്മാരെയൊക്കെ കൊന്നു എന്നുള്ള വിശേഷമൊക്കെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു, അതെ, ഞാൻ ശംഖചൂടനെ വധിക്കാനായിട്ട് പാശുപതാസ്ത്രം എടുത്തപ്പോൾ ഒരു അശരീരി കേട്ടു. ആ അശരീരി പറഞ്ഞത് ഇവൻ അവധ്യനാണ്, അതുപോലെ തന്നെ തുളസിയുടെ സതീത്വം നശിക്കണം, എന്നാൽ മാത്രമേ ഇവനെ കൊല്ലാൻ സാധിക്കൂ എന്നുള്ള ഒരു അശരീരി കേട്ടു. അപ്പൊ മഹാദേവന് കാര്യം മനസ്സിലായി. മഹാദേവന് ഇതെല്ലാം കേൾക്കുമ്പോഴേ പിടികിട്ടുമല്ലോ. അപ്പൊ കാളീദേവി പറഞ്ഞതിന്റെ തത്വം മനസ്സിലാക്കിയിട്ട് മഹാദേവൻ എന്താണേലും യുദ്ധരംഗത്തേക്ക് ചെന്നു. ആദ്യമേ രാജാവ് പോവില്ലല്ലോ, ബാക്കി എല്ലാരെയാണ് യുദ്ധത്തിനായിട്ട് പറഞ്ഞു വിടുന്നത്. ആദ്യമേ രാജാവ് പോയിട്ട് രാജാവ് എങ്ങാനും മരിച്ചാല്, പൊതുവെ യുദ്ധ തന്ത്രമാണ്, വളരെ പെട്ടെന്ന് രാജ്യം അനാഥമായിട്ട് പോകും. അതുകൊണ്ട് ആദ്യം രാജാവ് പോകില്ല. അപ്പൊ അതുപോലെ തന്നെ മഹാദേവൻ ഇവിടെ സൈന്യത്തോടു കൂടി യുദ്ധത്തിനായിട്ട് പോവുകയാണ്. പക്ഷെ എത്രയാണേലും ശംഖചൂടൻ വിഷ്ണു ഭക്തനല്ലേ, മഹാദേവനോടും അതിനോടനുസരിച്ചൊരു ഭക്തിയുണ്ട്. വേഗം യുദ്ധത്തിന് വന്ന മഹാദേവനെ കണ്ടപ്പോൾ ആ വിമാനത്തിൽ നിന്ന് ഇറങ്ങി വേഗം മഹാദേവനെ കണ്ട് ദണ്ഡ നമസ്കാരം ചെയ്തു എന്ന് പറയുകയാണ്. എന്നിട്ട് തിരിച്ച് വിമാനത്തിൽ കയറി യുദ്ധത്തിനായിട്ട് ഒരുങ്ങുകയാണ്. ആ വില്ലൊക്കെ വലിച്ചെടുത്ത് യുദ്ധം ചെയ്യാൻ തുടങ്ങി. 100 വർഷം മഹാദേവനും ശംഖചൂടനുമായിട്ടുള്ള യുദ്ധം തുടർന്ന് നിന്നു എന്ന് പറയാണ് നാരായണ മഹർഷി നാരദ മഹർഷിയോട്. പക്ഷെ നാരദ, ആരും ജയിച്ചില്ല. രണ്ടുപേരും ജയിക്കുകയും ചെയ്യുന്നില്ല, തോക്കുകയും ചെയ്യുന്നില്ല. ഇങ്ങനെ യുദ്ധം നടക്കുകയാണ്. ഈ സമയത്ത് എന്താണ്, യുദ്ധഭൂമിയിൽ ഒരു വൃദ്ധ ബ്രാഹ്മണൻ ശംഖചൂടന്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് 1-2 ആഗ്രഹങ്ങളുണ്ട്, അങ്ങ് അത് സാധിച്ചു തരണം. പക്ഷെ അങ്ങ് ആദ്യം തന്നെ സത്യം ചെയ്യണം, എന്റെ ഈ ആഗ്രഹം സാധിച്ചു തരുമെന്ന്. അപ്പൊ ശംഖചൂടൻ പറഞ്ഞു, അതിനെന്താ, ഞാൻ അങ്ങയുടെ ആഗ്രഹം സാധിച്ചു തരാം. അപ്പൊ എന്തു ചോദിച്ചു വൃദ്ധബ്രാഹ്മണൻ? അങ്ങയുടെ കവചം എനിക്ക് തരണം. ശംഖചൂടൻ എന്താണെങ്കിലും ഈ കവചം ആ വൃദ്ധബ്രാഹ്മണന് കൊടുത്തു. ആ വൃദ്ധബ്രാഹ്മണൻ ശ്രീഹരി തന്നെ ആയിരുന്നു എന്ന് എടുത്ത് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ വൃദ്ധബ്രാഹ്മണൻ എന്ത് ചെയ്തു, വേഗം ഈ കവചം എടുത്ത് ധരിച്ചുകൊണ്ട് ശംഖചൂടന്റെ വേഷം ധരിച്ചു നേരെ കൊട്ടാരത്തിലേക്ക് ചെന്നു.
എന്നിട്ട് എന്താണ്, അവളുമായിട്ട് രമിച്ചു. ഈ സമയത്ത് ഇവിടെ യുദ്ധഭൂമിയിൽ എന്ത് ചെയ്തു? മഹാദേവൻ ആ തൃശൂലം എടുത്ത് നേരെ ശംഖചൂടനിൽ പ്രയോഗിക്കുകയാണ്. ഇവിടെ എന്ത് സംഭവിച്ചു? കവചം പോയി, ഇവിടെ തുളസിയുടെ സതീത്വവും പോയി. ഇത് രണ്ടുമായപ്പോഴേക്കും ആ ശംഖചൂടനെ വധിക്കാനുള്ള രംഗം അവിടെ ഒരുങ്ങി എന്ന് പറയാണ്. ആ തൃശൂലമേറ്റ് ശംഖചൂടൻ ഭസ്മമായി പോയി എന്ന് പറയുന്നു. എന്താണെങ്കിലും അതോടുകൂടി ആ ശംഖചൂടന്റെ ശരീരത്തിൽ നിന്നും 2 കൈകളോട് കൂടിയ ആ മുരളിയും രത്ന വിഭൂഷണങ്ങളും ഒക്കെ അണിഞ്ഞിട്ടുള്ള ഒരു ദിവ്യരൂപം, ഒരു ഗോപബാലൻ അതിൽ നിന്ന് പുറത്തു വന്നു എന്ന് പറയാണ്. ആരാണ്? ശാപമോക്ഷം കിട്ടിയ ആ ഒരു ഗോപബാലൻ, സുദാമാവ്. എന്നിട്ടോ വളരെയധികം രത്നങ്ങൾ കൊണ്ടൊക്കെ നിർമ്മിച്ച അനേകം ഗോപന്മാരോട് കൂടിയ ഒരു വിമാനം അവിടെ വന്ന് ഇറങ്ങി. ഗോലോകത്ത് നിന്ന് വന്ന വിമാനമാണ്. ആ ഗോലോകത്ത് നിന്ന് വന്ന വിമാനത്തില് ആ ഗോപൻ പോയി എന്ന് പറയുകയാണ്. അങ്ങനെ ഗോലോകത്തിൽ ചെന്നു. അവിടെ രാസമണ്ഡലത്തിലിരിക്കുന്ന ആ രാധാകൃഷ്ണന്മാരെ കണ്ട് നമസ്കരിച്ച് അവരുടെ ചരണപാദുകങ്ങളില് ശിരസർപ്പിച്ച് അവിടെ പിന്നെ കഴിഞ്ഞു കൂടുകയാണ് എന്ന് പറയുകയാണ്. ഇനി നമ്മൾ പറയുന്നത് ഈ ശംഖചൂടന്റെ അസ്ഥികൾ കൊണ്ടാണ് ശംഖ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ്. അപ്പൊ നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോ തുളസിയുടെ മാഹാത്മ്യമാണ് പറഞ്ഞു പോവുക. ഈ തുളസിയുടെ മാഹാത്മ്യം പറയുമ്പോൾ അവിടെ ശംഖിന്റെ മാഹാത്മ്യവും അതുപോലെ തന്നെ സാളഗ്രാമത്തിന്റെ മാഹാത്മ്യവും നമ്മളിവിടെ പറഞ്ഞു പോകും. ഈ ചരിത്രത്തിനുള്ളിൽ വരുന്നതാണ് ഇതെല്ലാം. അപ്പോൾ പറയുകയാണ്, ഈ ശംഖചൂടന്റെ അസ്ഥികൾ കൊണ്ടാണ് ശംഖ് ഉണ്ടാക്കിയിരിക്കുന്നത്. പലവിധ രൂപത്തിലുള്ള ശംഖുണ്ട് അല്ലെ? ഈ ശംഖ് ദേവപൂജയ്ക്ക് വളരെ പരിശുദ്ധമായിട്ടുള്ളതാണ്. അതുപോലെ ശംഖ് ജലം വളരെ പ്രശസ്തമാണ്. ദേവന്മാർക്ക് ഈ ശംഖജലം വളരെ പ്രീതികരമാണ്. പിന്നെയോ ഈ ശംഖിലുള്ള ആ ഒരു തീർത്ഥജലം സേവിക്കുന്നത് വളരെ പുണ്യകരമാണ്. ശംഖനാഥ എവിടെയുണ്ടോ അവിടെ ലക്ഷ്മി ദേവി പ്രത്യക്ഷപ്പെടുന്നാണ് പറയുന്നത്. ശംഖതീർത്ഥത്തില് സ്നാനം ചെയ്താല് ഏത് സകല തീർത്ഥത്തിലും സ്നാനം ചെയ്ത ഫലം ലഭിക്കും. കാരണം ഹരിയുടെ അധിഷ്ഠാനമാണ് ശംഖം എന്ന് പറയുകയാണ്. പക്ഷേ സ്ത്രീകളോ വിശേഷിച്ച് ശൂദ്രരായിട്ടുള്ളവരൊന്നും ഈ ശംഖധ്വനി മുഴക്കരുത്. അങ്ങനെ മുഴക്കിയാല് ലക്ഷ്മി ദേവി അവിടുന്ന് ഭയപ്പെട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയി കളയും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ശംഖിന്റെ മഹാത്മ്യം പറഞ്ഞു. മഹാദേവൻ യുദ്ധമെല്ലാം പൂർത്തിയാക്കി മഹാദേവന്റെ ലോകത്തിലേക്കും പോയി എന്ന് പറഞ്ഞ് ആ 23-ാമത്തെ അധ്യായം, ഇത്രയും നേരം ഞാൻ പറഞ്ഞു വന്നപ്പോൾ 21, 22, 23 ഇന്നലത്തെ അനുഭവം ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിലാണ് പറയുന്നത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ സമയത്ത് തീർന്നില്ലെങ്കിലും. അപ്പോ ആ മഹാദേവനും തന്റെ ലോകത്തിലേക്ക് തിരിച്ചു പോയി എന്ന് പറയുകയാണ്. അപ്പോ എത്ര മാത്രം ശ്രദ്ധയോടുകൂടിയാണ് നാരദമുനി കേൾക്കുന്നത്. കാരണം ശ്രദ്ധയോടുകൂടി കേൾക്കുന്നതുകൊണ്ട് നാരദമുനിക്ക് വീണ്ടും വീണ്ടും സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ കൂടുതൽ അറിയണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ അവിടെ നാരദ മഹർഷി ചോദിക്കുകയാണ്, അല്ലെ ശ്രീനാരായണനും തുളസിയും തമ്മിൽ കണ്ടുമുട്ടി എന്ന് പറഞ്ഞല്ലോ, അവരൊന്നിച്ച് രമിച്ചു എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതെങ്ങനെയായിരുന്നു, ആ ഒരു സമാഗമം എങ്ങനെയായിരുന്നു എന്ന് എന്നോടൊന്ന് വിശദമായിട്ട് പറയാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പറഞ്ഞു, ആ വൃദ്ധബ്രാഹ്മണന്റെ രൂപത്തിൽ കവചമൊക്കെ മേടിച്ചുകൊണ്ട് വന്നില്ലേ, എന്നിട്ട് ശംഖചൂടന്റെ രൂപത്തിലാണ് കൊട്ടാരത്തിന്റെ മുന്നിൽ വന്നത്. അപ്പൊ എന്താണ്, ഈ വാതിൽക്കൽ നിൽക്കുന്ന കാവൽക്കാരൊക്കെ വളരെ ദുന്ദുഭി നാദമൊക്കെ മുഴക്കി, ശംഖനാദമൊക്കെ മുഴക്കി. അപ്പൊ തുളസിക്ക് മനസ്സിലായി തന്റെ ഭർത്താവ് വിജയശ്രീലാളിതനായിട്ട് വന്നിരിക്കുകയാണെന്ന്. അപ്പൊ ഓടി വന്ന് തന്റെ ഭർത്താവിനെ സ്വീകരിച്ചു. കാലൊക്കെ കഴുകി കണ്ണീരൊക്കെ തുടച്ചു. വളരെ വികാരഭരിതയായി. കാരണം യുദ്ധത്തിന് പോയിട്ട് വിജയശ്രീലാളിതനായിട്ട് വന്നതല്ലേ എന്താണെങ്കിലും. അപ്പൊ തനിക്ക് തന്റെ ഭർത്താവിനെ വീണ്ടും കാണാൻ സാധിച്ചല്ലോ. അപ്പോൾ അത്യാവശ്യം പരിചരണം ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ചോദിച്ചു, ഈ അങ്ങനെയൊക്കെ യുദ്ധം ചെയ്തിട്ട് എങ്ങനെയാണ് വിജയം ഉണ്ടായത്? എനിക്കതൊക്കെ കേൾക്കാൻ അത്രമാത്രം ആഗ്രഹമുണ്ട്. അങ്ങൊന്ന് വിശദമായിട്ട് പറയാവോ, എങ്ങനെയാണ് അങ്ങ് യുദ്ധം ചെയ്തത് എന്ന്. അപ്പോ ചന്ദ്രചൂടൻ ശംഖചൂടന്റെ രൂപത്തിലുള്ള ഭഗവാൻ പറഞ്ഞു, അതെ, ഞങ്ങൾ തമ്മിലുള്ള യുദ്ധം കുറേ കാലം നീണ്ടു നിന്നു. പക്ഷെ രണ്ടുപേരും ജയിച്ചില്ല. നമ്മുടെ അസുരന്മാരും ധാരാളം കൊല്ലപ്പെട്ടു. പക്ഷേ ബ്രഹ്മാവ് അവസാനം എന്നോട് വന്ന് അഭ്യർത്ഥിച്ചു ദേവന്മാർക്ക് ആ ദേവലോകം വിട്ടുകൊടുത്തേക്കാൻ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ദേവന്മാർക്ക് ആ രാജ്യം നൽകി. ഞാൻ ദാ എന്റെ ഭവനത്തിലേക്കും പോന്നു എന്ന് പറഞ്ഞിട്ട് അവളോടൊത്ത് ശയനഗ്രഹത്തിലേക്ക് പോയി എന്ന് പറയുകയാണ്. അപ്പൊ അങ്ങനെ അവർ രണ്ടുപേരും കൂടി രമിച്ചു.
പക്ഷേ എന്തൊക്കെയോ സ്വഭാവത്തിൽ ഒരു പ്രത്യേകത തുളസിക്ക് തോന്നി, തുളസിക്ക് സംശയം തോന്നി. അതോടുകൂടി മായാരൂപിയായിട്ട് ആരോ തന്നെ പ്രാപിച്ചതാണ് എന്നൊരു സംശയം തോന്നി. അതോടുകൂടി കോപാകുലയായിട്ടുള്ള തുളസി, നീ ആരാണ്? എന്റെ സതീത്വം നശിപ്പിച്ച നിന്നെ ഞാൻ ഇപ്പോൾ തന്നെ ശപിക്കുന്നു പറഞ്ഞു. ഉടൻ തന്നെ ശ്രീഹരി തന്റെ ആ സ്വരൂപത്തില് പ്രത്യക്ഷപ്പെടുകയാണ്. കാരണം ശാപം കിട്ടുമെന്ന് പേടിച്ചാണ് വേഗം തന്റെ സ്വരൂപത്തില് പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ട് തുളസിയോട് പറഞ്ഞു, ഞാൻ നിന്റെ ശ്രീഹരി തന്നെയാണ്, അല്ലെ, ഭർത്താവായിട്ടല്ല, അല്ലെങ്കിൽ നിന്റെ ദേവദേവനായിട്ടല്ല, ആ നാരായണൻ തന്നെയാണ് ഞാൻ എന്ന് പറയാണ്. കോടി കാമദേവന്മാർക്ക് തുല്യമായിട്ടുള്ള സൗന്ദര്യമുള്ളവനെ പോലെയാണ് തുളസിയുടെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത് എന്ന് പറയുകയാണ്. അപ്പോ പക്ഷെ പെട്ടെന്ന് ഭഗവാനെ കണ്ടതോടുകൂടി തുളസി ബോധം കെട്ടു വീണു. എന്താണെങ്കിലും പിന്നീട് ബോധം തെളിഞ്ഞപ്പോൾ തുളസി ഭഗവാനോട് കുറേ പരാതി പറയുകയാണ്. എന്നാലും അങ്ങയുടെ ഹൃദയം ശരിക്കൊരു കല്ല് പോലെയാണ്. അങ്ങ് വ്യാജമായിട്ട് വന്നിട്ട് ആ അധർമ്മം ചെയ്തിട്ട് എന്റെ ഭർത്താവിനെ അങ്ങ് കൊന്നില്ലേ? എന്താണെങ്കിലും ഞാൻ അങ്ങേ ശപിക്കുകയാണ്. അങ്ങ് ഭൂമിയിൽ ഒരു ശിലയായിട്ട് മാറും എന്ന് തുളസി നാരായണനെയും ശപിക്കുകയാണ്. അപ്പൊ അന്യർക്ക് വേണ്ടി നിരപരാധിയായിട്ടുള്ള എന്റെ ഭർത്താവിനെ അങ്ങ് കൊന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഭഗവാൻ തുളസിയെ സമാധാനിപ്പിക്കുകയാണ്. ശരിക്കു പറഞ്ഞാലും നിനക്ക് നിന്റെ പൂർവ്വജന്മം ഓർമ്മയില്ലേ? നീ ഇത്രയും കാലം തുളസിയായിട്ട് ഇവിടെ ജീവിച്ച് കുറെ കാലം നിങ്ങൾ ഇവിടെ തപസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഒന്നിച്ച് ആയത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരായിട്ട് ഇവിടെ ധാരാളം കാലം ജീവിച്ചു. ഇപ്പൊ എന്താണ്, നിങ്ങൾ ശരീരം വെടിഞ്ഞ് തിരിച്ച് നിങ്ങളുടെ ആ നമ്മുടെ ലോകത്തിലേക്ക് തിരിച്ചു വരാനുള്ള സമയമായി. എന്നിട്ട് നീ എന്റെ കൂടെ രമിച്ചു കൊള്ളുക, എന്റെ കൂടെ ജീവിച്ചു കൊള്ളുക എന്ന് പറയുകയാണ്. അപ്പൊ തുളസി എന്ത് ചെയ്തു? തന്റെ ശരീരം വെടിയാൻ തയ്യാറായി. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, നീ ഇപ്പൊ ഈ ഭൗതിക ശരീരം വെടിയുമല്ലോ, തുളസി എന്നുള്ള ആ ഭൗതിക ശരീരം വെടിയും. ഈ ഭൗതിക ശരീരം ഭാരതത്തിലെ ഒരു പുണ്യ നദിയായിട്ട് മാറും. ആ നദിയുടെ പേരാണ് ഗണ്ഡകി നദി. എന്നിട്ട് മനുഷ്യർക്ക് പുണ്യം നൽകും. എന്നിട്ടോ നിന്റെ കേശഭാരം, നിന്റെ മുടി, അത് ഒരു പുണ്യവൃക്ഷമായിട്ട് തീരും. നിന്റെ കേശഭാരമായതുകൊണ്ട് അതിന് തുളസി എന്നുള്ള പേര് തന്നെ ലഭിക്കും. അങ്ങനെ തുളസി എന്ന പേരിൽ ആ വൃക്ഷം വിശ്വവിഖ്യാതമാകും എന്ന് പറഞ്ഞിരിക്കുകയാണ്. പിന്നെയോ കുറേ അനുഗ്രഹങ്ങളും കൂടെ കൊടുക്കുകയാണ്. 3 ലോകങ്ങളിലും വെച്ച് എന്റെ സന്നിധിയിലും തുളസിയാണ് ഏറ്റവും ഉത്തമ വൃക്ഷവും സുന്ദര പുഷ്പവുമായിട്ട് ഭവിക്കാൻ പോകുന്നത്. എവിടെ പോയാലും ഏത് സ്ഥാനങ്ങളിലും ആ ഒരു പുണ്യം നൽകിക്കൊണ്ട് നീ വസിക്കും. അതുപോലെ തന്നെ തുളസിയുടെ ചുവട് എന്ന് പറയുന്നത് വളരെ പരമ പവിത്രമാണ്. സർവതീർത്ഥങ്ങളുടെയും അധിഷ്ഠാനമായിരിക്കും എന്ന് പറയാണ്. പിന്നെയോ അടുത്താണ് പറയുന്നത്, തുളസിയിൽ നിന്ന് വീഴുന്ന ആ ദളങ്ങൾ ഞങ്ങളുടെ ശിരസിൽ വീഴാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ എല്ലാവരും അതിന്റെ ചുവട്ടിൽ വസിക്കും എന്ന് വരെ ഭഗവാൻ പറയുകയാണ്. എന്നിട്ടോ ധാരാളം അനുഗ്രഹം കൊടുക്കുകയാണ്. തുളസി തീർത്ഥം കൊണ്ട് ആരാണോ അഭിഷേകം ചെയ്യുന്നത് സകല തീർത്ഥങ്ങളിലും സ്നാനം ചെയ്ത ഫലം ലഭിക്കും. പിന്നെ തുളസി ജലം മരണസമയത്ത് സേവിക്കുന്നവൻ മഹാവിഷ്ണുവിന്റെ ലോകങ്ങളെ പ്രാപിക്കും. അതുപോലെ തുളസി കയ്യിലെടുത്ത് കള്ളശപഥം ചെയ്യുന്നവര് നരകത്തിലെത്തും. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി അശൗച കാലത്ത്, ശുചിയില്ലാത്ത കാലത്തോ അതുപോലെ തന്നെ രാത്രിയിൽ ഉടുത്തിരിക്കുന്ന വസ്ത്രം ധരിച്ചുകൊണ്ടോ ഒക്കെ ആരാണോ തുളസീദളം ഇറക്കുന്നത് അത് ശ്രീഹരിയുടെ കഴുത്ത് അറുക്കുന്നതിന് തുല്യമാണ് എന്ന് പറയുകയാണ്. അതുപോലെ വെളുത്ത വാവില്, കറുത്ത വാവില്, ദ്വാദശിയില്, സംക്രമ ദിനത്തില്, രാത്രിയില്, സന്ധ്യയ്ക്ക് എണ്ണ തേച്ചുകൊണ്ട് ഈ സമയത്തൊന്നും തുളസി അറുക്കാൻ പാടില്ല എന്ന് പറയാണ്. എന്നാൽ ശരിയായ സമയത്ത് ഇറുത്തെടുക്കുന്ന തുളസി ഇനി വാടിയതാണെങ്കിൽ പോലും 3 നാള് വരെ നമുക്ക് ശ്രാദ്ധത്തിന്, വ്രതത്തിന്, ദാനത്തിന്, പ്രതിഷ്ഠയ്ക്ക്, ദേവപൂജയ്ക്കൊക്കെ ഉപയോഗിക്കാമെന്ന് ഭഗവാൻ പറയുകയാണ്. ഇനി കൊഴിഞ്ഞു വീണതോ വെള്ളത്തിൽ വീണതോ വിഷ്ണു പൂജയ്ക്ക് ഉപയോഗിച്ചതാണെങ്കിൽ പോലും വീണ്ടും അത് കഴുകിയെടുത്തിട്ട് ശുദ്ധമാക്കി കർമ്മങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് പറയുകയാണ്. അത്രമാത്രം പവിത്രയാണ് തുളസി. നീ പിന്നെ ഗോലോകത്തെ അധിഷ്ഠാന വൃക്ഷമായിട്ട് നീ എന്നും കൃഷ്ണനോട് കൂടി ജീവിക്കും. ഇവിടെ ഭാരതത്തിലോ ആ നദിയുടെ അധിഷ്ഠാന ദേവത എന്ന രീതിയിൽ ഗോലോകത്ത് വസിക്കുന്ന നീ ഇവിടെ ആ ഗണ്ഡകി നദി എന്നുള്ള രീതിയിൽ നീ വസിക്കും. ഇനി നീ എന്നെ ശപിച്ചല്ലോ ശിലയായി പോകാൻ.
ഞാൻ എന്ത് ചെയ്യും? നിന്റെ അടുക്കല് തന്നെ ഒരു ശിലയായിട്ട് ആ ശിലാരൂപത്തിൽ ഞാൻ ജീവിച്ചു കൊള്ളാം. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? അവിടെ വസിക്കുന്ന കീടങ്ങള് അവരുടെ ആ ദംഷ്ട്രകളൊക്കെ ഉപയോഗിച്ച്, അവരുടെ ആ ആയുധങ്ങളൊക്കെ ഉണ്ടല്ലോ ശരീരത്തിലുള്ള, അതെല്ലാം ഉപയോഗിച്ച് ഈ ശിലകളിൽ കരണ്ടി 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 എന്റെ ചക്രായുധം നിർമ്മിക്കും. അതിന് പറയുന്ന പേരാണ് സാളഗ്രാമം. ആ ചക്രങ്ങൾ എന്ത് ചെയ്യും? എന്നിട്ട് പൊടിഞ്ഞ് ഈ വെള്ളത്തിലേക്ക് പതിക്കും, ഗണ്ഡകി നദിയിലേക്ക് പതിക്കും. അപ്പം പിന്നില് പതിച്ച് ശുദ്ധമാവും. അങ്ങനെ എടുക്കുന്ന സാളഗ്രാമം പൂജിക്കുന്നത് കൊണ്ടുള്ള ഫലങ്ങൾ പറയാണ്. പക്ഷേ എത്ര തരം സാളഗ്രാമത്തിനെ പറ്റിയാണ് ഇതിനകത്ത് പറയുന്നതെന്നറിയാവോ? ഒന്ന് രണ്ടെണ്ണം പറയാം, മുഴുവൻ പറയാൻ സമയമില്ല. ധാരാളം തരത്തിലുള്ള സാളഗ്രാമത്തിനെ പറ്റി പറയുന്നുണ്ട്. ഒരു ദ്വാരവും 4 ചക്രചിഹ്നവും വനമാലാ വിഭൂഷണവും പുതുമേഘത്തിൻ്റെതുപോലെ ശ്യാമള നിറവുമുള്ളത് ലക്ഷ്മീ നാരായണം എന്ന പേരുള്ള സാളഗ്രാമം. ഇത് തന്നെ ഒരു ദ്വാരം 4 ചക്രം പുതുമേഘത്തിന്റെ പോലെ ശ്യാമളാ നിറവും ഉള്ളത്, എന്നാൽ വനമാല ചിഹ്നമില്ല. അങ്ങനെയാണെങ്കിലോ ലക്ഷ്മി ജനാർദ്ദനം എന്ന് പറയുന്ന സാളഗ്രാമം. 2 ദ്വാരം 4 ചക്രം ഗോഷ്പദ ചിഹ്നം, പശുക്കിടാവിന്റെ കുളമ്പിന്റെ രൂപമാണ്. രഘുനാഥം എന്ന് പറയുന്ന സാളഗ്രാമം. ഇങ്ങനെ വിശേഷം പറയാം. പേരുകൾ മാത്രം ഒന്ന് അനുസ്മരിച്ചു പോകാം. മറ്റൊന്ന് പറയുന്നു വാമനം, ശ്രീധരം, ദാമോദരം. ഇതെല്ലാം ഓരോ തരത്തിലുള്ള സാളഗ്രാമാണ്. രണരാമം, രാജരാജേശ്വരം, അനന്തം, മധുസൂദനം, ഗദാധരം, ഹയഗ്രീവം, നരസിംഹം, ലക്ഷ്മീ നൃസിംഹം, വാസുദേവം, പ്രദ്യുമ്നം, സംഘർഷണം, അനിരുദ്ധം. ഇങ്ങനെ ധാരാളം തരത്തിലുള്ള സാളഗ്രാമത്തിന്റെ വിശേഷതകളും പ്രത്യേകതകളും എല്ലാം ഭഗവാൻ പറയുകയാണ്. എന്നിട്ട് പറയാണ്, ഈ സാളഗ്രാമശില എവിടെയുണ്ടോ അവിടെ ഹരി ഉണ്ട് എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ സാളഗ്രാമശിലയെ പൂജിച്ചാല് ബ്രഹ്മഹത്യാ പാപങ്ങൾ ഇല്ലാതെയാവും. ഇനി കുടയുടെ രൂപത്തിലുള്ള, ഛത്രത്തിന്റെ രൂപത്തിലുള്ള സാളഗ്രാമം പൂജിച്ചാൽ രാജ്യം ലഭിക്കും. പിന്നെ പലതരത്തിൽ പറയുന്നുണ്ട്. അശ്വമേധയാഗം ചെയ്തതിന്റെ ഫലം ലഭിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ശരിയായിട്ടല്ലാത്ത സാളഗ്രാമം ഉപയോഗിച്ചാൽ അതിനനുസരിച്ച് വിപരീത ഫലവും ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. ഇനി ഈ സാളഗ്രാമത്തിൽ അഭിഷേകം ചെയ്ത ജലം നമ്മൾ സേവിച്ചാല് പുണ്യലോകങ്ങളെ പ്രാപിക്കും. നിത്യവും സേവിച്ചാല് ദേവന്മാർക്ക് തുല്യം നമ്മൾ പരിശുദ്ധരായിട്ട് തീരും. മരണസമയത്ത് സാളഗ്രാമ ശിലയിലെ തീർത്ഥം സേവിക്കാൻ ഇടവരുന്നവര് വിഷ്ണു ലോകം പ്രാപിക്കും എന്നാണ് പറയുന്നത്. ഇനി തുളസിയുടെ പോലെ തന്നെ പറയുന്നു, സാളഗ്രാമശില കയ്യിൽ വെച്ചുകൊണ്ട് പ്രതിജ്ഞ ചെയ്തിട്ട് പാലിക്കാത്തവൻ നരകത്തിനെ പ്രാപിക്കും. പിന്നെ ശംഖിൽ നിന്ന് സാളഗ്രാമ പൂജയില് തുളസി ദളം ഒഴിവാക്കുന്നവൻ, നമ്മൾ സാളഗ്രാമ പൂജയില്ലേ അതില് നിർബന്ധമായിട്ടും, ഞാൻ ആദ്യകാലത്ത് ഇതറിയില്ലായിരുന്നു. എൻ്റെ ഭർത്താവിന്റെ വീട്ടില് സാളഗ്രാമ പൂജയുണ്ട്. അപ്പൊ അവിടെ ഈ വേനൽക്കാലം ആവുമ്പോഴത്തേക്കും പൂക്കളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അച്ഛൻ എവിടുന്നെങ്കിലും ഒരു തുളസിയുടെ കതിരാണെങ്കിലും വേണം, അത് കൊണ്ടുവരണം എന്ന് പറയുമായിരുന്നു. പിന്നീട് ദേവി ഭാഗവതം വായിച്ചപ്പോഴാണ് മനസ്സിലായത്. കാരണം സാളഗ്രാമ പൂജ ചെയ്യുകയാണെങ്കിൽ ഒരു തുളസീദളമെങ്കിലും അതിന് ഉണ്ടായിരിക്കണം. ചിട്ടയോടുകൂടി അവരെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോ സാളഗ്രാമ പൂജയില് തുളസീദളം ഒഴിവാക്കുന്നവൻ ജന്മജന്മാന്തരത്തില് ഭാര്യയില്ലാത്തവനായിട്ട് മാറും. അതുപോലെ തന്നെ ശംഖിൽ നിന്ന് തുളസീദളം, ശംഖില് നമ്മൾ തുളസീദളം വെക്കുമല്ലോ, അതും എടുത്ത് കളയുന്നവൻ 7 ജന്മങ്ങളില് ഭാര്യയില്ലാത്തവനാവും. എന്താണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാല് ഇതൊക്കെ ചെയ്യേണ്ടതാണ്. ശംഖില് തുളസി വേണം. അതുപോലെ എന്ത് വേണം? സാളഗ്രാമവും തുളസിയും ശംഖും ഒരുമിച്ച് ചേർത്ത് സംരക്ഷിക്കുന്ന ഒരു ആളാണെങ്കിൽ അവൻ ശ്രീഹരിക്കെന്നും പ്രിയപ്പെട്ടവനായിരിക്കും. നമ്മളിപ്പോ ഈ 3 കാര്യമല്ല ഇവിടെ പറയുന്നത്. ശംഖ് പറയുന്നുണ്ട്, സാളഗ്രാമം പറയുന്നുണ്ട്, തുളസി പറയുന്നുണ്ട്. ഇത് 3ഉം ഒന്നിച്ചു ചേർത്ത് സംരക്ഷിക്കുന്നവനാണെങ്കിൽ ശ്രീഹരിക്ക് പ്രിയപ്പെട്ടവനായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ധാരാളം ചരിതം, അല്ലെങ്കിൽ ആ തുളസിയുടെയും ശംഖിന്റെയും സാളഗ്രാമത്തിന്റെയും മാഹാത്മ്യം ഭഗവാൻ പറഞ്ഞു എന്ന് നാരായണ ഋഷി നാരദനോട് പറയുകയാണ്. ഇങ്ങനെ എന്ത് ചെയ്തു? തുളസി തന്റെ സ്വശരീരം വെടിഞ്ഞു. അപ്പൊ വെടിഞ്ഞപ്പോ എന്തായി? ആ ശരീരം ഗണ്ഡകീ നദിയായിട്ട് മാറി. തുളസി ഒരു ദിവ്യരൂപം സ്വീകരിച്ചിട്ട് നേരെ ഭഗവാന്റെ മാറിലേക്ക് ചെന്ന് ലയിച്ചു, ആ ശ്രീദേവി വാഴുന്നത് പോലെ. എന്നിട്ട് എന്ത് ചെയ്തു? ഭഗവാൻ ആ തുളസി ദേവിയും കൂട്ടിക്കൊണ്ട് വൈകുണ്ഠത്തിലേക്ക് പോയി.
അങ്ങനെ നാരദ ശ്രീഹരിക്ക് ലക്ഷ്മി, സരസ്വതി, ഗംഗ, തുളസി എന്നിങ്ങനെ 4 പത്നിമാരും ഉണ്ടായിരുന്നു. അവരുമായിട്ട് അവിടെ വസിച്ചു എന്ന് പറയുകയാണ്. തുളസി തന്റെ ശരീരം പരിത്യജിച്ചല്ലോ, ഉപേക്ഷിച്ചു. അതിൽ നിന്ന് ഗണ്ഡകി നദി ഉത്ഭവിച്ചു. ഭഗവാൻ എന്ത് ചെയ്തു? ശ്രീഹരി ശിലാരൂപത്തിൽ ഒരംശമായിട്ട് നദീതീരത്തിലേക്കും വന്നു. അവിടെയുള്ള കീടങ്ങളെല്ലാം അതിൽ പ്രവർത്തിച്ച് അതിൽ നിന്ന് അടർന്നു വീണ ആ ശിലകള് ഗണ്ഡകീ ജലത്തിൽ വീണ് അത് സാളഗ്രാമമായിട്ട് മാറുകയും ചെയ്യുന്നു എന്ന് പറയുകയാണ്. അപ്പൊ എന്താണ് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ നാരദര് അടുത്ത ചോദ്യം ചോദിച്ചു. അതാണ് 25-ാം അധ്യായം. അല്ല, ഇങ്ങനെ തുളസി കൊണ്ട് പൂജ ചെയ്യണമെന്നും തുളസി വളരെ പൂജയ്ക്ക് പ്രിയപ്പെട്ടവളാണെന്നും ഒക്കെ പറഞ്ഞല്ലോ. എന്നിട്ട് ഇങ്ങനെ ഈ അനുഗ്രഹം എല്ലാം കൊടുത്ത ശേഷം ആരാണ് ആദ്യം തുളസിയെ പൂജ ചെയ്തത്? ആ തുളസി പുഷ്പമായിട്ട് ആദ്യം പൂജ ചെയ്ത ആരാണ്? എങ്ങനെയാണ് അതിന്റെ പൂജാവിധാനം? തുളസിയുടെ സ്തോത്രം എന്താണ്? ഇതൊക്കെ അറിയാൻ ആഗ്രഹം. ശ്രീഹരി ഇപ്പോഴല്ലേ വരം കൊടുത്തുള്ളൂ, നീ ഇങ്ങനെ പൂജനീയായിട്ട് മാറുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആദ്യം ആരാണ് പൂജ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇവിടെ നാരായണ ഋഷി പറയുകയാണ്, ശ്രീഹരി ഈ തുളസിയുമായിട്ട് ഗോലോകത്തിലേക്ക് തന്റെ വിഷ്ണു ലോകത്തിലേക്ക് ചെന്നല്ലോ. അപ്പൊ അവിടെ ആരൊക്കെയുണ്ട്? ലക്ഷ്മി ദേവിയുണ്ട്, അതുപോലെ ഗംഗാദേവിയുണ്ട്, സരസ്വതി ദേവിയുണ്ട്. ലക്ഷ്മി ദേവിക്കും ഗംഗാദേവിക്കും അത്ര പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷേ തുളസി ദേവിയുടെ വരവ് ആർക്ക് ഇഷ്ടപ്പെട്ടില്ല? സരസ്വതി ദേവിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ശ്രീഹരിയുടെ മുന്നിൽ ശ്രീഹരിയുടെ മുന്നിൽ വെച്ച് തന്നെ സരസ്വതി ദേവി ഈ തുളസിയുമായിട്ട് ശണ്ട കൂടി. പക്ഷെ ഈ തുളസി സിദ്ധയോഗിനിയാണ്. അതുകൊണ്ട് എന്താണ്, ശ്രീഹരി പോലും കാണാത്ത രീതിയിൽ വേഗം അവിടുന്ന് അപ്രത്യക്ഷയായി. അപ്പം ശ്രീഹരിക്ക് ആകെ വിഷമായി. ശ്രീഹരിക്ക് തുളസിയെ തപ്പി പോണം. അപ്പൊ സരസ്വതി ദേവിയോട് തന്നെ കാര്യം പറഞ്ഞു, ഞാൻ എന്താണെങ്കിലും തുളസിയെ അന്വേഷിച്ച് പോവുകയാണ്, തുളസി വനത്തിലേക്ക് തന്നെ പോവുകയാണെന്ന് പറഞ്ഞ് പോവുകയാണ്. പക്ഷെ എവിടെ പോയിട്ടും തുളസിയെ കാണുന്നില്ല. പിന്നെ എന്ത് ചെയ്തു? ഭഗവാൻ ശ്രീഹരി നന്നായിട്ട് കുളിച്ചിട്ട് തുളസി ദേവിയെ പൂജിക്കാൻ തുടങ്ങി. അപ്പൊ വരം കൊടുത്ത ആള് തന്നെയാണ് ആദ്യമായിട്ട് തുളസി ദേവിയെ പൂജിക്കാൻ തുടങ്ങിയത്. അങ്ങനെ തുളസി ദേവിയെ പൂജിച്ചു, ധ്യാനിച്ചു, ഭക്തിപൂർവ്വം സ്തുതിച്ചു. അവിടെ ആ ബീജമന്ത്രാക്ഷരങ്ങളൊക്കെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പൂജിച്ച് സ്തോത്രം കൊണ്ടെല്ലാം സ്തുതിച്ചപ്പോൾ തുളസി ദേവി ഭഗവാന്റെ ആ ഒരു പ്രാർത്ഥനയിലെ സ്തുതിയിലെല്ലാം സന്തുഷ്ടയായിട്ട് തുളസി വൃക്ഷത്തിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടു, രൂപമെടുത്തു. തുളസി വനത്തിലല്ലേ, പക്ഷെ അവിടെ വൃക്ഷമായിട്ട് നിൽക്കുകയാണ്. ആ സ്വന്തം രൂപമെടുത്ത് പ്രസന്നയായിട്ട് ആ മഹാവിഷ്ണുവിന്റെ ചരണത്തിൽ നമസ്കരിച്ചു. അപ്പൊ മഹാവിഷ്ണു എന്ത് ചെയ്തു? വീണ്ടും വരം കൊടുത്തു, നീ സർവ പൂജ്യയായിട്ട് ഭവിക്കും. അതുപോലെ സുന്ദരിയായിട്ടുള്ള നിന്നെ ഞാൻ എൻ്റെ ശിരസിലും മാറിലും എല്ലാം ധരിക്കും. അതുകൊണ്ടല്ലേ ഭഗവാന് തുളസിമാല ഇത്രമാത്രം പ്രിയമായിട്ട് പറയുന്നത്. മാത്രമല്ല എല്ലാവരും നിന്നെ അവര് സ്വന്തം ശിരസിലും ധരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തുളസിയും കൂട്ടിക്കൊണ്ട് സ്വഗൃഹത്തിലേക്ക് ഭഗവാൻ പോവുകയാണ്. അപ്പോഴേക്കും സരസ്വതി ദേവിയുടെ കോപമൊക്കെ മാറി. സരസ്വതി ദേവി എന്താണെങ്കിലും സ്വീകരിച്ചു എന്ന് പറയുകയാണ്. അപ്പം നാരദ മഹർഷി ചോദിക്കുന്നു, അല്ല, ശ്രീഹരി സ്തുതിച്ചു എന്നല്ലേ പറഞ്ഞോളൂ, ധ്യാനിച്ചു എന്നല്ലേ പറഞ്ഞോളൂ, ആ സ്തോത്രം എന്താണ്? തുളസി ദേവിയെ അദ്ദേഹം എന്ത് സ്തോത്രം കൊണ്ടാണ് സ്തുതിച്ചതെന്ന് ചോദിക്കുമ്പോൾ 8 ശ്ലോകങ്ങളുള്ള ആ സ്തോത്രം, ഭഗവാൻ തുളസിയെ സ്തുതിച്ച ആ സ്തോത്രം ശ്രീനാരദ മഹർഷിക്ക് ശ്രീനാരായണ ഋഷി ഉപദേശിച്ചു കൊടുക്കുകയാണ്. നമുക്കത് മുഴുവൻ ഇപ്പൊ ചൊല്ലാനുള്ള സമയമില്ല. പിന്നെ ധ്യാനം എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഏത് രൂപത്തിലാണ് തുളസിയെ ധ്യാനിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. വൃന്ദാവനി, വിശ്വപൂജിത, വിശ്വപാവനി, പുഷ്പസാര, നന്ദിനി, തുളസി, കൃഷ്ണജീവനി, ഇങ്ങനെയൊക്കെ തുളസിക്ക് പേരുണ്ട്. ഈ 8 നാമങ്ങളും ചേർത്ത് സ്തോത്രം ചൊല്ലിയാലും അവർക്ക് വളരെ അശ്വമേധയാഗം ചെയ്ത ഫലം ലഭിക്കും എന്ന് പറയാൻ. എന്നിട്ട് തുളസി ആ രൂപമെടുത്ത ദിവസം എന്താണ്? കാർത്തിക മാസത്തിലെ പൗർണമിയിലാണ് ആ ജന്മം ഉണ്ടായത്. അപ്പൊ അന്നാണ്, അതായത് ഭഗവാൻ ശ്രീഹരി പൂജിച്ച ദിവസം. അപ്പൊ ആ ദിവസത്തിനും വളരെയധികം പ്രത്യേകതയുണ്ട്. ഈ തുളസി സ്തോത്രം ചൊല്ലുന്നതും കേൾക്കുന്നതും എല്ലാം വളരെ പരിപാവനമാണ് എന്ന് പറയുകയാണ്. അതിനുശേഷം തുളസി ദേവി എങ്ങനെ ധ്യാനിക്കണം, പൂജാവിധി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഷോഡശോപചാര പൂജ വിധാനമൊക്കെ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ
തുളസി ദേവി എങ്ങനെ ധ്യാനിക്കണം, അതിന്റെ പൂജാക്രമം ഇതെല്ലാം ഉപദേശിച്ചു കൊടുക്കുകയാണ്. നമുക്ക് അത്രയൊന്നും വിസ്തരിച്ച് പറയാൻ സമയമില്ല. നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് പറയുകയാണ്. അപ്പം പിന്നെ താല്പര്യമുള്ളവർക്ക് ദേവി ഭാഗവത്തിൽ പോയാൽ ഈ ഭാഗത്തിൽ ചെന്നാൽ ഇത് വളരെ വിശദമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ 26-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ പറഞ്ഞു, എന്താണെങ്കിലും തുളസി ചരിതം എല്ലാം ഞാൻ കേട്ടു, എത്ര അമൃത തുല്യമായിട്ടുള്ള ഒരു ചരിതാണിത് എന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി എനിക്ക് സാവിത്രി ചരിതം ഒന്ന് ഉപദേശിച്ചു തരാവോ ചോദിക്കുകയാണ് നാരദമുനി. അപ്പൊ നാരായണ ഋഷി പറഞ്ഞു, ഓ അതിനെന്താ. അപ്പൊ നാരദമുനി പറഞ്ഞു, ശരിക്കും വേദമാതാവാണല്ലോ സാവിത്രി. ഈ വേദമാതാവായിട്ടുള്ള സാവിത്രി ദേവിയുടെ ഉദ്ഭവം എങ്ങനെയാണ്, ആരാണ് അവളെ ആദ്യം പൂജിച്ചത്, അത് കഴിഞ്ഞ് ആരെല്ലാണ് പൂജിച്ചത്, ഇതെല്ലാം എനിക്കൊന്ന് അറിയണം. അപ്പൊ നാരായണ ഋഷി പറഞ്ഞു, ആദ്യമായിട്ട് വേദമാതാവിനെ പൂജിച്ചത് ബ്രഹ്മാവാണ്. അപ്പൊ ഇങ്ങനെ പറയുമ്പോ പിന്നെ എങ്ങനെയാണ് ബ്രഹ്മാവ് പൂജിച്ചത്, അതിനുള്ള സാഹചര്യം എന്താണ്, അങ്ങനെ ചോദിക്കും. അതാണ് ഇനി നമ്മൾ പറയുന്നത്. പിന്നെ ദേവഗണങ്ങളും എല്ലാവരും പൂജിച്ചു. അപ്പൊ അതെന്താണ് സംഭവം എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പറയാണ്, ഭാരതത്തില് അശ്വപതി എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഈ രാജാവും സാവിത്രിയെ പൂജിച്ചിട്ടുണ്ട്. അപ്പൊ ഉടനെ ചോദിക്കണം, അയ്യോ അശ്വപതി ആരാണ്, അദ്ദേഹം എന്തിനാണ് സാവിത്രിയെ പൂജിച്ചത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പറയാണ്, മദ്രദേശത്തെ രാജാവാണ് ഈ അശ്വപതി. അശ്വപതിയുടെ ധർമ്മപത്നിയാണ് മാലതി. പക്ഷെ ഈ മാലതി വന്ധ്യയായിരുന്നു. അതുകൊണ്ട് വളരെയധികം വിഷമായി മാലതിക്ക്. മാലതി എന്ത് ചെയ്തു, വസിഷ്ഠ മുനിയുടെ ഉപദേശപ്രകാരം സാവിത്രി ദേവിയെ തപസ് ചെയ്തു, ഉപാസിച്ചു. പക്ഷെ ഒരു വരവും ലഭിച്ചില്ല. മാത്രമല്ല ദേവീ ദർശനം പോലും ലഭിച്ചില്ല. അപ്പൊ മനസ്സ് വിഷമിച്ച് തിരിച്ചു കൊട്ടാരത്തിൽ വന്നു. അപ്പൊ തന്റെ പത്നി വളരെയധികം ദുഃഖിതയാണെന്ന് മനസ്സിലാക്കിയ രാജാവ് എന്ത് ചെയ്തു, താൻ എന്നാൽ സാവിത്രി ദേവിയെ ഭക്തിപൂർവ്വം ഉപാസിക്കാമെന്ന് വിചാരിച്ച് പുഷ്കര തീർത്ഥത്തിലേക്ക് പോവുകയാണ്. ഇന്ദ്രിയ സംയമനം ഒക്കെ ചെയ്ത് 100 വർഷം തപസ് ചെയ്തിട്ടും സാവിത്രി ദേവിയെ ദർശിക്കാൻ സാധിച്ചില്ല. പക്ഷേ സാവിത്രി ദേവിയുടെ ഒരു കൽപ്പന അവിടെ ഉണ്ടായി. അതെന്താണെന്ന് വെച്ചാല് ഗായത്രി മന്ത്രം 10,00,000 ജപിക്കുക. ഈ ഗായത്രി മന്ത്രം 10,00,000 ലഭിക്കുക എന്നുള്ള അശരീരിയാണ് രാജാവിന് കേൾക്കാൻ കഴിഞ്ഞത്. ആ സമയത്ത് തന്നെ അവിടെ പരാശര മഹർഷി എത്തുകയാണ്. പിന്നെ പരാശര മഹർഷി ഈ ഗായത്രി മന്ത്രത്തിന്റെ പ്രാധാന്യവും അത് ഇത്ര തവണ ചൊല്ലിയാൽ എന്താണ് ഫലം, ഇതെല്ലാം പറയുകയാണ്. അതും മുഴുവൻ നമുക്ക് പറയാൻ സമയമില്ല. ഇവിടെ പറയാണ്, ഗായത്രി മന്ത്രം 1 തവണ ജപിച്ചാൽ ഒരു പകല് ചെയ്ത പാപം തീരും. 10 പ്രാവശ്യം ജപിച്ചാലോ ഒരു രാപ്പകൽ, അതായത് ഒരു രാവും പകലും ഒരു ദിവസം ചെയ്ത പാപം തീരും. അത് കഴിഞ്ഞ് 100 ഉരു ജപിക്കുന്നതാണെങ്കിൽ 1 മാസം ചെയ്ത പാപം തീരും. 1000 തവണ ജപിച്ചാലോ 1 വർഷം ചെയ്ത പാപം തീരും. അതുകൊണ്ടല്ലേ ആവണിയാവട്ടത്തിനൊക്കെ ഞങ്ങളോട് പറയും, ഇവര് പുരുഷന്മാർ 1008 തവണ ജപിക്കും. അപ്പൊ 1008 തവണ ജപിച്ചാൽ 1 വർഷം ചെയ്ത പാപം എല്ലാം തീരുന്നാണ് പറയുക. അപ്പൊ അങ്ങനെ 1,00,000 ജപിച്ചാല് എങ്ങനെ ചൊല്ലണം, വിരലുകളൊക്കെ എങ്ങനെ പിടിച്ചുകൊണ്ട് ചൊല്ലണം, ഇങ്ങനെയുള്ള വിധികളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് എന്ന് പറയുന്ന രാജാവിന്. അത് കഴിഞ്ഞിട്ട് ഈ സാവിത്രി പൂജയുടെ സകല ക്രമങ്ങള്, ധ്യാനാദിക്രമങ്ങള് ഇവയെല്ലാം പറഞ്ഞു കൊടുത്തു. അങ്ങനെ മഹർഷി ആശ്രമത്തിലേക്ക് പോയി. രാജാവ് എന്ത് ചെയ്തു, പരാശര മുനി പറഞ്ഞതുപോലെ വിധിയാവണ്ണം സാവിത്രി ദേവിയെ പൂജിച്ചു. അങ്ങനെ സാവിത്രി ദേവിയുടെ ദർശനം ലഭിച്ചു എന്ന് പറയാണ്. അപ്പൊ നാരദമുനി ചോദിക്കുകയാണ്, അപ്പം ആ സാവിത്രി ദേവിയുടെ ധ്യാനം എന്താണ് പരാശര മുനി പറഞ്ഞു കൊടുത്തത്, പൂജാവിധിക്രമം എന്താണ്, ഏത് മന്ത്രവും സ്തോത്രവും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് പരാശര മുനി പോയത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ ആ പൂജാവിധികളും ധ്യാനവും മന്ത്രവും സ്തോത്രവും എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് നാരദമുനിക്ക് കൂടി. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, ഇങ്ങനെയെല്ലാം സ്തുതിച്ചു കഴിഞ്ഞു. പക്ഷേ ബ്രാഹ്മണരുടെ ജീവന സ്വരൂപമായിട്ടുള്ള ഗായത്രി ദേവിയെ പറ്റി ഞാൻ ഒരു കാര്യം കൂടെ അങ്ങേക്ക് പറഞ്ഞു തരാം. അതെന്താണെന്ന് വെച്ചാല്, പണ്ട് ഗോലോകത്ത് വെച്ച് കൃഷ്ണൻ ബ്രഹ്മാവിന് ഈ സാവിത്രി ദേവിയെ നൽകി. ഇവിടെ ചിലയിടത്ത് ഈ കഥ വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളോട് ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോ എന്താ പറഞ്ഞേ, സാവിത്രി ദേവിയെ ആരൊക്കെ പൂജിച്ചു, ആദ്യം പൂജിച്ചത് ബ്രഹ്മാവാണ്, പിന്നെ ദേവന്മാര് പൂജിച്ചു, പിന്നെ അശ്വതി പൂജിച്ചു. പക്ഷെ എന്നിട്ട് അശ്വതി പൂജിച്ചതാണ് ആദ്യം പറയുന്നത്.
എന്നിട്ട് പുറകോട്ട് വന്ന് ആദ്യം പൂജിച്ച ബ്രഹ്മാവിന്റെ കാര്യം പറയുകയാണ്. പണ്ട് കാലത്ത് ഗോലോകത്ത് വെച്ച് കൃഷ്ണൻ എന്താണ് സാവിത്രി ദേവിയെ ബ്രഹ്മാവിന് നൽകി. പക്ഷെ സാവിത്രി ദേവി കൂടെ പോകാൻ തയ്യാറായില്ല. അപ്പൊ ബ്രഹ്മദേവൻ എന്ത് ചെയ്തു? വേദവതിയായിട്ടുള്ള സാവിത്രി ദേവിയെ സ്തുതിച്ചു സ്തോത്രം കൊണ്ട്. അതിൽ പരമസന്തുഷ്ടയായിട്ട് ദേവി എന്ത് ചെയ്തു? ബ്രഹ്മാവിന്റെ കൂടെ പോയി ബ്രഹ്മാവിനെ പതിയായിട്ട് സ്വീകരിച്ചു. അങ്ങനെ ബ്രഹ്മാവ് വേദവതിയായിട്ടുള്ള സാവിത്രിയെ സ്തുതിച്ച സ്തോത്രം ഞാൻ അങ്ങേക്ക് ഉപദേശിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആ ബ്രഹ്മസ്തുതി പറഞ്ഞു കൊടുക്കുകയാണ് നാരദമുനിക്ക്. അതിനുശേഷം സാവിത്രി ദേവി ബ്രഹ്മലോകത്തിലേക്ക് പോയി എന്ന് പറയാണ്. ഇനി ഇവിടെ അശ്വപതി രാജാവ് എന്ത് ചെയ്തു? അശ്വപതി രാജാവും ഇതുപോലെ ഈ പറയുന്ന രീതിയിൽ എല്ലാ പൂജകളും ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? സാവിത്രി ദേവി പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് സാവിത്രി ദേവി പറഞ്ഞു, അങ്ങയുടെ ആഗ്രഹം എനിക്കറിയാം, അങ്ങേക്ക് ഒരു കുട്ടി വേണമെന്നല്ലേ? അങ്ങയുടെ പത്നി ആഗ്രഹിക്കുന്നത് പെൺകുട്ടിയെ വേണമെന്നാണ്, അങ്ങ് ആഗ്രഹിക്കുന്നത് ഒരു ആൺകുട്ടി വേണമെന്നാണ്. എന്താണേലും അങ്ങയുടെ ഈ 2 ആഗ്രഹങ്ങളും സാധിക്കും എന്ന് പറഞ്ഞിട്ട് ദേവി ബ്രഹ്മലോകത്തേക്ക് പോയി എന്ന് പറയാണ്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ രാജാവിന് ആദ്യം ജനിച്ചത് ഒരു കന്യകയാണ്. ആ കുട്ടിക്ക് സാവിത്രി ദേവിയുടെ അനുഗ്രഹം കൊണ്ടല്ല ഈ കുട്ടി ഉണ്ടായത്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ കുട്ടിക്ക് സാവിത്രി എന്നുള്ള പേര് ഇട്ടു. വളരെ മിടുക്കിയായിട്ട് സുന്ദരിയായിട്ട് ഈ കുട്ടി വളർന്നു. അതിനുശേഷം ദ്യുമൻസേന പുത്രനായിട്ടുള്ള സത്യവാനെ ഭർത്താവായിട്ട് വരിച്ചു. ഇനി നമ്മൾ സത്യവാൻ സാവിത്രി ചരിത്രത്തിലേക്ക് കടക്കുകയാണ്. മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എന്താണെങ്കിലും സത്യവാനെ വിവാഹം ചെയ്ത് സാവിത്രി സത്യവാന്റെ ഗൃഹത്തിലേക്ക് പോയി. അങ്ങനെ ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം സത്യവാൻ അച്ഛൻ പറഞ്ഞതനുസരിച്ച് കാട്ടില് വിറകും ഫലങ്ങളും എല്ലാം ശേഖരിക്കാനായിട്ട് പോയി. അന്ന് ആ ഒരു വിധി നിയോഗം കൊണ്ടായിരിക്കണം സാവിത്രിയും കൂടെ പോയി. പക്ഷേ വനത്തിൽ വെച്ച് ഒരു വൃക്ഷക്കൊമ്പിൽ നിന്ന് താഴെ വീണ് സത്യവാൻ മരിച്ചു. അപ്പൊ അവിടെ ആര് വന്നു? യമദേവൻ വന്നു. യമദേവനോ ഈ സത്യവാനെ ഒരു തള്ളവിരലിന്റെ വലിപ്പത്തിലാക്കി കൊണ്ട് യാത്രയായി. സാവിത്രിയും അദ്ദേഹത്തിന്റെ പുറകെ പോകാൻ തുടങ്ങി. അപ്പൊ പെട്ടെന്ന് യമദേവൻ ചോദിച്ചു, അല്ല സാവിത്രി, നീ ഈ മനുഷ്യ ശരീരത്തോടു കൂടി എങ്ങനെയാണ് ഞങ്ങളുടെ കൂടെ വരുന്നത്? എങ്ങോട്ടാണ് പോകുന്നത്? നീ നിന്റെ ഭർത്താവിനോടൊത്ത് വരികയാണെങ്കിൽ നിന്റെ ഈ മനുഷ്യ ശരീരം ഉപേക്ഷിക്കണം. അല്ലാതെ പാഞ്ചഭൗതികമായിട്ടുള്ള ഈ ശരീരം കൊണ്ട് എന്റെ ലോകത്തേക്ക് വരാൻ സാധിക്കില്ല, യമലോകത്തേക്ക്. എന്താണെങ്കിലും നിന്റെ ഭർത്താവിന്റെ ഈ ലോകത്തിലുള്ള കർമ്മം അവസാനിച്ചിരിക്കുന്നു. ബാക്കിയുള്ള ആ കർമ്മം അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് സത്യവാൻ എന്റെ ഗൃഹത്തിലേക്ക് വരികയാണ്. എന്നിട്ട് യമദേവൻ കർമ്മത്തിന്റെ ഗതിയെ പറ്റി കുറെ കാര്യങ്ങളൊക്കെ സാവിത്രിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. വളരെ വിശദമായിട്ടുള്ള ഒരു വർണ്ണനയാണ്. അങ്ങനെ ആകുമ്പോൾ സാവിത്രി യമദേവനെ സ്തുതിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അപ്പൊ ഈ കർമ്മം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? എന്താണ് ഇതിന് കാരണം? ഈ ദേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ദേഹി എന്ന് പറയുന്നത് എന്താണെന്നൊക്കെ ചോദിക്കുകയാണ്. എല്ലാം നമുക്ക് വിശദമായിട്ട് പറയാൻ സാധിക്കില്ല. അത് ഇവിടെ പറയുകയാണ്, വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണോ അതാണ് കർമ്മം, ധർമ്മം. ശരിക്കും പറഞ്ഞാൽ വേദത്തിൽ എന്ന് വെച്ചാൽ ആ ഒരു വേദോക്തമായിട്ടുള്ളവയാണ് ശരിയായിട്ടുള്ള കർമ്മം. അവൈദികമായിട്ടുള്ളത് കർമ്മം എന്ന് പറഞ്ഞാൽ അശുഭകരമാണ്. അതായത് വേദത്തിൽ എന്താണോ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അതാണ് നമ്മൾ ചെയ്യേണ്ടത്, അതാണ് ശരിയായിട്ടുള്ള കർമ്മം എന്ന് പറഞ്ഞിട്ട് വളരെ വിശദമായിട്ട് എത്രയോ പേജുകളിലാണ് ആ യമദേവൻ കർമ്മത്തിനെ പറ്റി സാവിത്രിക്ക് ഉപദേശം കൊടുക്കുന്നത്. പക്ഷേ സാവിത്രിയുടെ ചോദ്യങ്ങൾ പിന്നെയും കേൾക്കുമ്പോൾ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പൊ നമ്മള് ഏതൊക്കെ കർമ്മം ചെയ്താലാണ് നരകത്തിന് പോകുന്നത്, എത്ര കാലാണ് അവിടെ കഴിയുന്നത്, ഏതേത് പാപങ്ങൾ കൊണ്ട് ഏതേത് രോഗങ്ങളാണ് ഉണ്ടാകുന്നത്, ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ വളരെ അത്ഭുതപ്പെട്ടു. കാരണം 10-12 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയാണ് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ധർമ്മദേവൻ അവളില് സന്തുഷ്ടനായി. എന്നിട്ട് പറഞ്ഞു, എങ്ങനെയാണോ രതിയും കാമദേവനും ഒന്നിച്ച് വാഴുന്നത്, സ്വാഹയും അഗ്നിയും എങ്ങനെയാണ് സ്വാധാസ്വാഹ ഉണ്ടല്ലോ, അപ്പൊ സ്വധാസ്വാഹ അവരെങ്ങനെയാണോ ഒന്നിച്ചു വാഴുന്നത്, അതുപോലെ തന്നെ നീയും സത്യവാന് പ്രിയപ്പെട്ടവളായിരിക്കുക. മാത്രമല്ല നിനക്ക് ഇതല്ലാതെ എന്തെങ്കിലും വരം വേണമെങ്കിൽ ഞാൻ ഇനി അതും കൂടി തരാമെന്ന് പറയുകയാണ്. അപ്പൊ സാവിത്രി ഉടനെ പറഞ്ഞു, എനിക്ക് 100 പുത്രന്മാര് ഉണ്ടാകണം. മാത്രമല്ല എൻ്റെ അച്ഛനും 100 പുത്രന്മാരുണ്ടാകണം. എൻ്റെ ശ്വശൂരന് കാഴ്ച കിട്ടണം.
രാജ്യം തിരിച്ചു ലഭിക്കണം. ഇതൊക്കെയാണ് എൻ്റെ വരെന്ന് പറയുകയാണ്. മാത്രമല്ല, സത്യവാനോടൊത്ത് എനിക്ക് 1,00,000 വർഷം ജീവിച്ചിട്ട് ഞങ്ങൾക്ക് വൈകുണ്ഠത്തിലേക്ക് പോകാൻ സാധിക്കണം എന്ന് പറയുകയാണ്. മാത്രമല്ല, എനിക്ക് വീണ്ടും കർമ്മത്തിനെ പറ്റി, ജീവനെ പറ്റിയും കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ യമദേവൻ സാവിത്രി ദേവിയുടെ ഈ വരങ്ങളെല്ലാം നൽകിയിട്ട് കർമ്മത്തിന്റെ ഗതിയെപ്പറ്റി വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നു. ആ ഉപദേശമെല്ലാം കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2 അധ്യായത്തോളം, 30ാമത്തെ അധ്യായത്തിലും അതാണ്. ഏതേത് കർമ്മങ്ങൾ നിമിത്തമാണ് നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുന്നത്, മറ്റു ലോകങ്ങളിലേക്ക് പുണ്യം ചെയ്ത മനുഷ്യർ എങ്ങനെയാണ് പോകുന്നത്, ധാരാളം ലോകങ്ങളുണ്ടല്ലോ, ഈ 14 ലോകങ്ങൾ. ഇതിനെപ്പറ്റി എല്ലാം ചോദിക്കുമ്പോൾ യമദേവൻ വളരെ വിശദമായിട്ട് അതിനെപ്പറ്റിയെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ശിവലോകത്തിലേക്ക് എങ്ങനെയുള്ളവർ പോകുന്നു, അതുപോലെ തന്നെ വൈകുണ്ഠത്തിലേക്ക് എങ്ങനെ പോകുന്നു, ഗോലോകത്തിലേക്ക് എങ്ങനെയുള്ളവരാണ് പോകുന്നത്, ഇന്ദ്രനായിട്ട് മാറുന്നത് ഏതെല്ലാം കർമ്മം ചെയ്തുകൊണ്ടാണ്, ഭാരത രാജ്യത്തിൽ എങ്ങനെയുള്ളവരാണ് ജന്മമെടുക്കുന്നത്, ഇതെല്ലാം വളരെ വിശദമായിട്ട് യമദേവൻ പറഞ്ഞു കൊടുക്കുന്നു. ഇതോടുകൂടിയാണ് ഈ ഒരു 30ാമത്തെ അധ്യായവും പരിസമാപിക്കുന്നത്. അപ്പൊ പറയുകയാണ് യമദേവൻ, നീ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ വളരെ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്, ഈ തത്വജ്ഞാനം ഏവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നതാണ്, ഉത്കൃഷ്ടമായിട്ടുള്ള ജ്ഞാനം ഉണ്ടാക്കുന്നതുമാണ് എന്ന് പറഞ്ഞിട്ടാണ് യമദേവൻ ഇത് സമാപിപ്പിക്കുന്നത്. നമ്മളിവിടെ ഒരു കാര്യം നോക്കിയാൽ, നമ്മളുടെ ജീവിതത്തിലെ നമുക്ക് വരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഭീഷണി എന്ന് പറഞ്ഞാൽ മരണമാണ്. ഈ മരണത്തിനെ പറ്റി ഇന്നും ലോകത്തിൽ പഠനം നടക്കുകയാണ്. ഏറ്റവും കൂടുതൽ പഠനം നടക്കുന്ന വിഷയമാണ് മരണം. ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്ന് പറയുന്ന രീതിയിൽ ധാരാളം പഠനം നടക്കുന്നുണ്ട്. എന്നാൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ഋഷീശ്വരന്മാർ ഈ ഒരു വിഷയത്തെ പറ്റി ശാസ്ത്രീയമായിട്ടും നമ്മളുടെ ആരോഗ്യപരമായിട്ടും എല്ലാം, നമ്മളുടെ മാനസികമായിട്ടും, മരണം എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിൽ പേടിയാവും അല്ലെ, ഇതിനെ എങ്ങനെ നേരിടണമെന്ന് എത്രമാത്രം ഗ്രന്ഥങ്ങളിലൂടെ അറിവുകൾ നമുക്ക് തന്നിരിക്കുകയാണ്. കഠോപനിഷത്ത് നമുക്കറിയാം, നചികേതസും യമദേവനോട് ആത്മവിദ്യ ചോദിക്കുന്നുണ്ട്. അതുപോലെ ശ്രീമദ് ഭാഗവതം എന്താണ്, ഇവിടെ പരീക്ഷത്തിന് ശാപം ലഭിക്കുന്നു. അപ്പൊ പരീക്ഷത്ത് ചോദിക്കുന്നു, മരണം അടുത്തവനായിട്ടുള്ള ഒരാൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇതെല്ലാം ഉപദേശങ്ങൾ കേട്ടപ്പോ 7ാം ദിവസം തക്ഷകൻ എവിടെന്നെങ്കിലും വന്ന് കഴിച്ചിട്ട് പൊയ്ക്കോട്ടെ എന്നായി. അതിനുള്ളിൽ തന്നെ തൻ്റെ ആ ആത്മജ്യോതി ഭഗവാന്റെ വിലയം പ്രാപിച്ചു. പിന്നെ ആ ശാപം ഫലിക്കണം എന്നുള്ളത് കൊണ്ട് തക്ഷകൻ കടിച്ചു എന്ന് മാത്രം. അപ്പോൾ ആ മരണം അടുത്തിരിക്കുന്ന ഒരുത്തൻ, അവൻ ആ ഭീഷണിയെ എങ്ങനെ നേരിടാൻ പറ്റും മാനസികമായിട്ട്, ഇതുപോലെ ശാസ്ത്രീയമായിട്ടും മാനസികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മളുടെ ഈ ഗ്രന്ഥങ്ങൾ മറുപടി തരുന്നുണ്ട്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടെ ഒന്ന് സൂചിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഈ ചക്രത്തിനെ പറ്റി, അതായത് നമ്മുടെ ജീവിത ചക്രം, ഇവിടെ പൂർവ്വജന്മം, പുനർജന്മം, ഇതൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ പറയും, ഈ ജന്മത്തിൽ ഞാൻ കുറെ കഷ്ടപ്പാട് അനുഭവിക്കുന്നത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപം കൊണ്ടാണ്. അപ്പൊ നമ്മൾ ചോദിക്കുക, അപ്പൊ അതിനു മുമ്പ് ചെയ്തത്, അങ്ങനെ പോയാൽ അപ്പൊ ഇതിന്റെ തുടക്കം എവിടെയാ? തുടക്കം ഞാൻ ഉണ്ടായത് എന്ത് പാപം ചെയ്തിട്ടാ എന്നൊക്കെ നമുക്ക് സംശയം തോന്നാം. അപ്പൊ അത് മാത്രം നമുക്കൊന്ന് നോക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നു, ഇതിന് തുടക്കവും ഒടുക്കവും ഇല്ല. ശരിക്കും പറഞ്ഞാല് ആ ചതുർയുഗമൊക്കെ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു യുഗം കഴിയുമ്പോൾ നമ്മൾ പ്രളയം വരുന്നു പറയും അല്ലെ. ചിദാനന്ദപുരി സ്വാമിജി പറയും, നമ്മൾ ഈ കാണുന്നതൊക്കെ വെള്ളപ്പൊക്കമാണ്, നമ്മൾ എന്നിട്ട് അതിനെ പ്രളയം എന്ന് പറയും. പ്രളയം ഒന്നും നമ്മൾ കണ്ടിട്ടില്ല, അത് യുഗാവസാനത്തിൽ ഉണ്ടാകുന്നതാണ് എന്ന് പറയുകയാണ്. അപ്പൊ ഈ പ്രളയം വരുമ്പോൾ ഭഗവാൻ എന്താണ് ചെയ്യുന്നത്? ആ എല്ലാ വിത്തുക്കളും സംഭരിക്കുന്നു പറയാണ്. അപ്പൊ എല്ലാത്തിനെയും തിരോഭവിപ്പിക്കുകയാണ്, ഒന്നിനെയും നശിപ്പിക്കുന്നില്ല. തിരോഭവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുക. പിന്നീട് അടുത്ത യുഗമാകുമ്പോൾ ഇതിനെല്ലാം പ്രത്യക്ഷീകരിക്കും. അതപ്പോ നമുക്ക് കാണപ്പെടും, അത്രമാത്രം. അപ്പൊ ഇത് ഒന്നും പെർമനന്റ് ആയിട്ട് നശിക്കുകയോ പെർമനന്റ് ആയിട്ട് സൃഷ്ടിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. മാത്രമല്ല ഭഗവാൻ പറയുന്നു, ഇപ്പൊ ഒരു വൃത്തം വരച്ചു എന്ന് വെക്കുക. വൃത്തം വരച്ചത് ഭഗവാനാണ്, വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വൃത്താണ്. വൃത്തം വരച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വൃത്തം വരയ്ക്കുന്ന കാണുന്നില്ല. അത് കഴിഞ്ഞ് നമ്മളോട് വന്ന് കാണിച്ചാല് ഇതെവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇതറിയാവുന്ന ആര് മാത്രമാണ്? വരച്ചയാൾക്ക്, ഭഗവാന് മാത്രം. അതുകൊണ്ട് തന്നെ നമുക്കറിയാൻ പാടില്ലാത്തത് എന്തോ അറിയാവുന്നതുകൊണ്ടാണല്ലോ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്.
അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിന്റെ തുടക്കം എപ്പോഴാണ്, എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല. പക്ഷേ ഒന്നും ശാശ്വതമായിട്ട് നശിക്കുന്നു, ശാശ്വതമായിട്ട് പ്രത്യക്ഷപ്പെടുന്നോ ഇല്ല. അതിങ്ങനെ സൈക്ലിക് ആയിട്ട് ഒരു ചാക്രികമായിട്ട് പോകും. ഓരോ യുഗം തീരുമ്പോൾ അടുത്ത യുഗം വരും, അടുത്ത യുഗം വരും. അപ്പൊ ആ കർമ്മത്തിന്റെ തുടക്കവും ഒടുക്കവും ഒന്നും നമുക്കറിയില്ല. ഒരു കാര്യം മാത്രം അറിയാം, കഴിഞ്ഞ ജന്മങ്ങളിലെ പ്രാരബ്ധം നമുക്ക് ഈ ജന്മത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന സത്കർമ്മങ്ങളെ അനുസരിച്ചാണ് നമുക്ക് അടുത്ത ജന്മം കിട്ടുക. കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ വളരെ മോശമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഏതൊരു ജന്മം എടുക്കുമ്പോഴും ഒരു അദൃശ്യമായിട്ടുള്ള മാല നമ്മുടെ കഴുത്തിലുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മാലയ്ക്ക് സുഗന്ധമായിരിക്കും. കഴിഞ്ഞ ജന്മത്തിൽ കുരുത്തക്കേടാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ മാലയ്ക്ക് ദുർഗന്ധമായിരിക്കും. അപ്പൊ ഈ ജന്മത്തിൽ നമ്മൾ പ്രാരബ്ധം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ്? കഴിഞ്ഞ ജന്മങ്ങളിൽ എവിടെയൊക്കെയോ നമ്മൾ പലതും ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന് പകരം എന്ത് ചെയ്യണം? കൂടുതൽ കൂടുതൽ സത്കർമ്മങ്ങൾ ചെയ്യുക. അപ്പൊ എന്താണ്? ഭഗവാൻ പറയും, നീ ഒത്തിരി എത്ര സത്കർമ്മങ്ങൾ ചെയ്താലും പാപങ്ങൾ പൂർണ്ണമായിട്ട് ഇല്ലാതെയാവുന്നില്ല. അപ്പൊ നമ്മുടെ ഒരു കണക്ക് പ്രകാരം നമ്മൾ 5 പാപം ചെയ്തു, 10 പുണ്യം ചെയ്തു. അപ്പൊ മാത്തമാറ്റിക്സിൽ നമ്മൾ അത് ക്യാൻസൽ ചെയ്തിട്ട് മിച്ചം എനിക്ക് 5 പുണ്യമുണ്ട്. അങ്ങനെയല്ല. 5 പാപം ഉണ്ടെങ്കിൽ 5 പാപം സെപ്പറേറ്റ് ആയിട്ട് നരകത്തിൽ പോയി അനുഭവിക്കണം, 10 പുണ്യം സെപ്പറേറ്റ് ആയിട്ട് അനുഭവിക്കണം. ഇതാണ് ഭഗവാന്റെ ഒരു രീതി. പക്ഷെ ഭഗവാൻ പറയുന്നു, ഈ ജന്മത്തിൽ നീ സത്കർമ്മമൊക്കെ ചെയ്യുന്നത് കൊണ്ട്, എനിക്ക് നിന്നോട് കാരുണ്യമുള്ളത് കൊണ്ട് പാപം പൂർണ്ണമായിട്ട് അങ്ങ് വെട്ടിക്കളയാൻ സാധിക്കില്ല. പക്ഷെ എന്താണ്? അതിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കും. കണ്ണെ കൊള്ളാനുള്ളത് പുരുകത്ത് കൊണ്ടുപോകും. അല്ലെങ്കിൽ അനുഭവിക്കുന്നതായിട്ട് നമുക്ക് തോന്നുകയില്ല. അത് അനുഭവിക്കാനുള്ള കരുത്ത് നമുക്ക് തരും. ഇതാണ് കർമ്മത്തിന്റെ രീതി. അപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ സത്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അർജുനനോട് പറയുന്നു, കഴിഞ്ഞ ജന്മങ്ങളിലെ സത്കർമ്മം എന്തു ചെയ്യും? ഈ ജന്മത്തില് ഈശ്വര ഭജനം ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഗൃഹത്തില് ഒരു സ്ത്രീയുടെ ഗർഭത്തിൽ കൊണ്ട് നമുക്ക് സ്ഥാനം തരും. എന്നിട്ട് ആ ഗ്രഹത്തിൽ നമ്മൾ ജനിച്ച് വീണ്ടും ഈശ്വര ഭജനം തുടർന്നു കൊണ്ടുപോകും. ഇതാണ് ജന്മത്തിന്റെ അല്ലെങ്കിൽ കർമ്മത്തിന്റെ ഗതി എന്ന് പറയുന്നു. ഇത്രയുമാണ് ഈ ഒരു 10 അധ്യായങ്ങളിലായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി എനിക്ക് തോന്നുന്നു എന്താണെങ്കിലും ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് കൊണ്ട് ദേവി ഭാഗവത്തിലെ 20 അധ്യായം ഞാനും ഒന്ന് വായിച്ചു. 20 അധ്യായം വീണ്ടും ഒന്ന് മനനം ചെയ്തു. ആ രംഗങ്ങളിലൂടെ എല്ലാം എനിക്കും കടന്നു പോകാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അവസരം തന്ന എല്ലാവർക്കും നന്ദി. ശ്രദ്ധയോടെ ശ്രവിച്ച എല്ലാ സജ്ജനങ്ങളുടെയും പാദങ്ങളിൽ മനസ്സാ നമസ്കരിക്കുന്നു. അതോടൊപ്പം പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാര ബിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സരിത ചേച്ചി ഒന്നും പറയാനില്ല. വളരെ മനോഹരമായിട്ടുള്ള പ്രഭാഷണമായിരുന്നു. നമുക്ക് എന്താ പറയാ, വാക്കുകൾ അനർഗളം നിർഗളം പ്രവഹിക്കുകയായിരുന്നു. അതുപോലെ ആശയങ്ങളും എല്ലാം കൊണ്ടും ഗംഭീരമായി. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ കാസർഗോഡ് ഞങ്ങളുടെ അമ്പലത്തില് പ്രഭാഷണത്തിനായിട്ട് സരിത ചേച്ചി വന്നിരുന്നു. അന്ന് എന്താ പറയാ, അത് ശരിക്കും കമ്മ്യൂണിസ്റ്റ് ഗ്രാമമാണ് മടിക്കൈ എന്ന് പറയുന്നത്. ക്ഷേത്രത്തില് പരിപാടിയുടെ ഇടയിൽ തലേ ദിവസം പോലും എന്താ പറയാ വലിയ പ്രഭാഷണം ഉണ്ടായിരുന്നതാണ്. പിറ്റേ ദിവസമാണ് സരിത ചേച്ചി വരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 9:30 ആകുമ്പോഴാണ് പ്രഭാഷണം തുടങ്ങിയത് രാത്രി. ആദ്യത്തെ ഒരു അരമണിക്കൂറൊക്കെ ആൾക്കാരൊക്കെ ഭയങ്കര അസ്വസ്ഥരായിരുന്നു. കാരണം ആൾക്കാർ ഇങ്ങനെയുള്ള പ്രഭാഷണം ഒന്നും അല്ല അവിടെ പ്രതീക്ഷിക്കുന്നത്. സരിത ചേച്ചി എന്താ പറയാ, സനാതന ധർമ്മത്തെക്കുറിച്ചും വേദത്തെക്കുറിച്ചും ഭാഗവതത്തെക്കുറിച്ചൊക്കെ പറയുന്നത്. പക്ഷെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് സ്ഥിതി മെല്ലെ മാറാൻ തുടങ്ങി. ആൾക്കാരൊക്കെ ആ ബഹളമൊക്കെ ഒന്ന് അടക്കി. അവസാനം എൻ്റെ അടുത്തിരിക്കുന്ന അവിടെ ഇരിക്കുന്ന ഒരു ചേച്ചി പറയായിരുന്നു, അയ്യോ ഒരു അരമണിക്കൂറും കൂടി വേണമായിരുന്നു, ആസ്വദിച്ച് വരികയായിരുന്നു. അപ്പൊ അത്രയും മനോഹരമായിട്ടാണ് സരിത ചേച്ചി എന്ന് വെച്ചാൽ ആളുകൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വളരെ സിമ്പിളായിട്ട് ഏതൊരു കുട്ടിക്ക് മനസ്സിലാവുന്ന ആ ഒരു രീതിയിലായിരുന്നു പ്രഭാഷണം. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പഠിച്ച ആൾക്കാരാണ്. ഏറ്റുമാനൂരപ്പന്റെ മണ്ണിൽ ജനിച്ചു വളർന്ന ആളാണ്. അവിടുത്തെ മതപാഠശാലയിലാണ് ചെറുപ്പത്തില് എന്താ പറയാ ഒരു അടുത്തറ കിട്ടിയത് എന്ന് സരിത ചേച്ചി കഴിഞ്ഞ ആഴ്ച പറയുണ്ടായി. വളരെ സത്യമാണ്. ആ ഭാഗ്യം ഞങ്ങൾക്കന്ന് കിട്ടിയിട്ടില്ല. അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള മതപാഠശാലകളൊക്കെ നമ്മൾ ചെറുപ്പം മുതൽ തന്നെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ അത് നമുക്കൊരു വലിയൊരു അടിത്തറ ഉണ്ടാക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു പ്രാവശ്യം കേട്ടവർക്ക് വീണ്ടും വീണ്ടും വീണ്ടും
അല്ലേ? കേട്ടുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്ന തരത്തിലുള്ളൊരു പ്രഭാഷണമാണ്. അത് ഏതൊരു സബ്ജക്റ്റ് എടുത്താലും അത് അത്രയും ഭംഗിയായിട്ട് നമ്മളിൽ എത്തിക്കാനുള്ളൊരു പ്രത്യേക കഴിവ് ഈശ്വരൻ കൊടുത്തിട്ടുണ്ട്. അത് ടീച്ചറെ നമസ്കാരം. എന്റെ പേര് അഞ്ജന. ടീച്ചറെ, ഞാൻ ഏറ്റുമാനൂരപ്പൻ കോളേജിലാണ് പഠിച്ചത്. സുജ ടീച്ചറുടെ റിലേറ്റീവ് ആണ്. ഇന്നത്തെ പ്രഭാഷണവും മനോഹരമായിരുന്നു. ടീച്ചറുടെ യൂട്യൂബിൽ വരുന്ന എല്ലാ പ്രഭാഷണവും ഞാൻ കേൾക്കാറുണ്ട്. വളരെയധികം സന്തോഷമാണ്. ദിവസം വരുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒന്ന് അടുത്ത എന്താ ഘട്ടം തോന്നുന്നത് അവരുടെ ആത്മഹത്യയാണ്, അല്ലെങ്കിൽ ഡ്രഗ്സ്, അങ്ങനെയുള്ള ഡിപ്രഷൻ, അങ്ങനെയുള്ള സ്റ്റേജുകളിലേക്ക് പോവാണ്. പക്ഷേ നമ്മുടെ കയ്യിൽ നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ഇങ്ങനെയുള്ളൊരു ഒരു അടിത്തറ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു ഘട്ടത്തിനെ വളരെ എന്താ പറയുക ക്രിയാത്മകമായിട്ട് നമുക്ക് മറികടക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് സരിത ചേച്ചി. പലരുടെ അടുത്തും പറയാറുണ്ട്. അതുപോലെ നമുക്ക് ചില ജീവിതത്തിൽ ചിലപ്പോൾ നല്ല നിയോഗം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മൾ ചിലപ്പോൾ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ ടീച്ചറോ ഒക്കെ ആവാം. നമ്മൾ പഠിച്ച വിഷയമൊക്കെ വേറെ ആയിരിക്കാം. പക്ഷെ ഈശ്വരൻ നമുക്ക് തരുന്ന ഒരു നിയോഗമുണ്ട്. നമ്മൾ അറിയാതെ അതിലേക്ക് എത്തിച്ചേരും. എന്താ പറയുക, ആ നിയോഗം നമ്മൾ അറിയാതെ തന്നെ ഈശ്വരൻ നമ്മളെ നടത്തിക്കും എന്നുള്ള ഒരു ഉദാഹരണം കൂടിയാണ് സരിത ചേച്ചി. ശരിക്കും ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ വലിയൊരു ഭയങ്കര കോൺഫിഡൻസ് തരുന്ന ഒരു വ്യക്തിയും. എന്താണെന്ന് വെച്ചാല് എന്നോട് പലരും ചോദിക്കാറുണ്ട്. എന്റെ വിഷയം കോളേജിലെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പോൾ ഞാൻ ഈ മോട്ടിവേഷണൽ ക്ലാസ്സസും കോർപ്പറേറ്റ് ട്രെയിനിങ്ങും ഓഫീസുകളിലൊക്കെ എടുക്കുന്നയാളാണ്. പക്ഷെ എന്താണെന്ന് അറിയില്ല, എന്നോട് പലരും ചോദിക്കാറുണ്ട്, അതിന്റെ പേരിൽ ഒരു യൂട്യൂബ് തുടങ്ങില്ലേ, അങ്ങനെയാണെങ്കിൽ ധാരാളം പൈസ ഉണ്ടാക്കാം, അതിനൊക്കെ നല്ല ചാർജാണ്, ശരിക്കും ചോദിച്ചു മേടിക്കാം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എന്താണെന്ന് അറിയില്ല, നമ്മുടെ ആ പൂർവജന്മ വാസന കൊണ്ടായിരിക്കാം അതില് അത്രമാത്രം പോകാൻ നമുക്ക് ഒരിക്കലും അങ്ങ് മനസ്സ് പറ്റണില്ല. ഈ മീനിനെ പിടിച്ച് കരയിലിടുന്ന പോലെയാണ്. അപ്പൊ ഞാൻ വിചാരിക്കും ശരിക്കും ഇതൊരു സുഹൃതാണ്. കാരണം ഈ ഭഗവത് കഥകളാണെങ്കിൽ ഇത് എനിക്ക് എത്ര വായിച്ചുകൊണ്ടിരുന്നാലും എത്ര ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലും നമുക്ക് മനസ്സ് ഒരു മടുക്കുകയില്ല. നമ്മൾ തന്നെ ഇങ്ങനെ ആസ്വദിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അമ്മ എന്നോട് ഇവിടെ പറയും, ഇത് ഭഗവത് കഥകൾ കീർത്തിക്കുക എന്നുള്ളതായിരിക്കും ചിലപ്പോൾ നിന്റെ നിയോഗം എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാല് ഇത് നമ്മുടെ ഒരു കഴിവല്ല, എന്തൊക്കെയോ പൂർവജന്മ സുഹൃതം ചെയ്ത് ആ ഭഗവാന്റെ ഒരു അനുഗ്രഹം കൈ നമ്മുടെ തലയിൽ വീണിട്ടുണ്ട്. അതുകൊണ്ടാണ് ശരിക്കും ഭഗവത് കഥകള് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ ഈ ഹേമ പറഞ്ഞതുപോലെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയും, ഇപ്പൊ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. നമുക്കറിയത് നമ്മുടെ പ്രാരബ്ധാണ്, കഴിഞ്ഞ ജന്മങ്ങളിൽ ഏതൊക്കെയോ ചെയ്തു കൂട്ടിയതാണ് നമുക്കറിയാം. പിന്നെ നമ്മൾ ആരെ എന്ത് പറയാനാ? ഭഗവാനെ കുറ്റം പറയാൻ പറ്റുമോ? എന്ത് തരുന്നതിന് 2 കൈ നീട്ടി സ്വീകരിക്കുക, എന്നിട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. അപ്പൊ എല്ലാ തരത്തിലുള്ള പാഠങ്ങളും നമ്മുടെ വേദവും ഇതിഹാസവും പുരാണവും തരുന്നുണ്ട്. അതിലില്ലാത്ത പാഠം ഒന്നുമില്ല. അതാണ് സത്യം. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഞാൻ എല്ലാ വേദിയിലും പറയുന്നതാണ്. നമ്മുടെ ജീവിതത്തില് എവിടെയെങ്കിലും വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ ഇത്രയും കാലം പഠിച്ച കെമിസ്ട്രിയുടെ പീരിയോഡിക് ടേബിളോ ഫിസിക്സിന്റെ ലാബ് എക്സ്പെരിമെന്റോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സിന്റെ പ്രോപ്പർട്ടീസോ ഒന്നും എടുത്ത് നോക്കാറില്ല, അല്ലേ? നമ്മൾ ഓടിപ്പോകുന്നത് പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നാൽ അച്ഛനമ്മമാരുടെ അടുക്കല്, ഗുരുക്കന്മാരുടെ അടുക്കല്, നമ്മൾ വായിച്ച നല്ല നല്ല പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവുകൾ. അപ്പൊ ഇന്നത്തെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ തന്നെ സ്റ്റഡി ഫോർ ലൈഫാണ്. ജീവിക്കാനുള്ള വിദ്യാഭ്യാസം. ജീവിക്കണമെങ്കിൽ ആഹാരം വേണം, ആഹാരം കഴിക്കണമെങ്കിൽ പൈസ വേണം, പൈസ വേണമെങ്കിൽ ജോലി വേണം. ഇന്നത്തെ വിദ്യാഭ്യാസം ജോലി കിട്ടാൻ മാത്രമുള്ളതാണ്. സ്റ്റഡി ഓഫ് ലൈഫ് ഇല്ല, ജീവിതത്തെ പറ്റിയുള്ള പഠനം ഇല്ല. ജീവിതത്തെ പറ്റിയുള്ള പഠനം ഇല്ലാത്തത് കൊണ്ടാണ് കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത്. 97% ഹിന്ദുക്കളാണ് ആത്മഹത്യ ചെയ്യുന്നത്, 2% ക്രിസ്ത്യാനികൾ, 1% മുസ്ലിം. അവർക്കൊക്കെ എന്ത് വന്നാലും ഈശ്വരനുണ്ട് താങ്ങാന്നുള്ള ചിന്തയുണ്ട്, നമുക്കതില്ല. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഈ സ്റ്റഡി ഓഫ് ലൈഫ് ആദ്യം മാറ്റി. ജീവിതത്തെ പറ്റിയുള്ള പഠനം ഉണ്ടെങ്കിൽ നമ്മളെ ആർക്കെങ്കിലും തോൽപ്പിക്കാൻ പറ്റുമോ? അവർക്ക് അടിമകളാക്കാൻ പറ്റുമോ? അവരാദ്യം തന്നെ അതങ്ങെടുത്ത് മാറ്റി. അപ്പൊ നമ്മൾ വെറും ജോലിക്ക് മാത്രം പോകാൻ പറ്റുന്ന റോബോട്ടുകൾ പോലെ ആയിപ്പോയി. പിന്നെ പോയിട്ടുള്ള സ്റ്റഡി ഓഫ് ലൈഫ് നമുക്ക് ഇതുപോലുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നാണ് കിട്ടുക. അതിന് നമ്മുടെ കുട്ടികളെ മതപാഠശാലയിൽ വിടാനോ സത്സംഗത്തിന് വിടാനോ പലരും താല്പര്യവും കാണിക്കുന്നില്ല.
അപ്പൊ പലപ്പോഴും കുട്ടികൾ ജീവിതത്തിൽ പരാജയമാവുന്നു, ആത്മഹത്യ ചെയ്യുന്നു, ചെറിയ പ്രശ്നങ്ങൾ പോലും നേരിടാൻ സാധിക്കാതെ വരുന്നു. ഋഷിവാക്യത്തിനെ, വേദവാക്യത്തിനെ നമ്മൾ എന്ന് അവഗണിക്കാൻ തുടങ്ങിയോ അന്നാണ് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത്. അപ്പൊ അതിലേക്ക് തിരിച്ചു പോവുക, അത് മാത്രമേ നമുക്കൊരു പോംവഴിയുള്ളൂ. എനിക്ക് എന്റെ ജീവിതം കൊണ്ട് പക്ഷെ എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വന്നപ്പോഴൊന്നും അല്ല, ചെറുപ്പം തൊട്ട് തന്നെ ഞാൻ ഇങ്ങനെ തന്നെ ഈശ്വര കാര്യങ്ങളിലായിരുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചതെല്ലാം ഏറ്റവും മോഡേൺ വിഷയമാണ്. ബിസിനസ് അഡ്മിനിസ്ട്രേഷനും മാർക്കറ്റിങ്ങും ഒക്കെ ആണെങ്കിലും എന്റെ ജീവിതത്തിലെ എല്ലാ നേരവും എന്റെ ശ്വാസവും എന്നെ പിടിച്ചു നിർത്തുന്നതും ഇത് തന്നെയാണ്, ഈ ആധ്യാത്മികത തന്നെയാണ്. ഒരു സംശയമില്ല. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെയായിരിക്കും അല്ലേ? ജീവിതത്തിൽ ഏത് പ്രശ്നം വന്നാലും ആ ഭഗവാന്റെ ചിന്തയാണ് നമ്മളെ പിടിച്ചു നിർത്തുക. അത് നമ്മുടെ കുട്ടികളിലേക്കൊന്ന് യോഗക്ഷേമ സഭ, പക്ഷേ ഇത് തന്ത്രി സമാജമാണ്, എന്നാലും ഇതിനകത്ത് യോഗക്ഷേമ സഭക്കാരെല്ലാരും ഉണ്ടല്ലോ. നിങ്ങൾ ധാരാളം പ്രവർത്തനങ്ങൾ ഇപ്പൊ ചെയ്യുന്നുണ്ട്. എനിക്ക് മുമ്പത്തെ കാര്യം അറിയില്ല, കഴിഞ്ഞ ഇതിനു മുമ്പത്തെ വർഷങ്ങളെയൊക്കെ വെച്ച് നോക്കിയാൽ ഈ വർഷം ഞാൻ എത്രയാണ് യോഗക്ഷേമ സഭയുടെ പരിപാടിയിൽ പങ്കെടുത്തതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത്രമാത്രം കുട്ടികളുടെ ക്യാമ്പ്. പക്ഷെ പെൺകുട്ടികളെയും പൂജാക്രമം പഠിപ്പിക്കണം. ആൺകുട്ടികളെയാണ് കൂടുതൽ പൂജാക്രമം പഠിപ്പിക്കുന്നത്, പെൺകുട്ടികളെയും പഠിപ്പിക്കണം. അതെല്ലാം പൂജകൾ അത്യാവശ്യം എല്ലാവരും പഠിക്കണം. അതും കൂടെ ഒന്ന് യോഗക്ഷേമ സഭയുടെ കുട്ടികളുടെ ധാരാളം ക്യാമ്പിൽ ഞാൻ സംസാരിച്ചു. ഇന്നലെ 2 ദിവസം മുമ്പ് വെൺമണിയിലായിരുന്നു, വെൺമണി ഉപസഭയുടെ അവിടെയുള്ള എല്ലാവരോടും സംസാരിച്ചു. നല്ല പ്രവർത്തനമാണ്, ശരിക്കും വളരെ സന്തോഷമുണ്ട്. ഹേമയുടെയും വത്സലയുടെയും ഒപ്പം തന്നെ സരിത അയ്യരുടെയും മുന്നിൽ ഒരു അഭിപ്രായം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇതുപോലെ ഇപ്പോ ആൺകുട്ടികൾക്ക് വേണ്ടി പല വേദികളിലും പൂജാ പഠനം പോലെയുള്ള ക്യാമ്പുകളൊക്കെ ധാരാളം എല്ലാ അർത്ഥത്തിലും ഉണ്ട്. എന്നാൽ നമ്മുടെ പെൺകുട്ടികൾക്കാണ് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസം വളരെ കുറവ്. അതുകൊണ്ട് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനും നിർദ്ദേശിക്കുവാനുള്ളത്, അടുത്ത വർഷം 2025-ലും 2026-ലും ഒരു 3 ദിവസത്തെ ഒരു ഫുൾ ടൈം ക്യാമ്പ്. ആ ക്യാമ്പിൽ വേറെ ഒന്നും പറയരുത്, നമ്മുടെ വേദവും പുരാണങ്ങളും മാത്രം 24 hour എന്നുള്ള രീതിയിൽ കുട്ടികളെ പറഞ്ഞങ്ങ് കേൾപ്പിക്കുക. ആ രീതിയിൽ ഒരു 10 കുട്ടികളാണെങ്കിൽ 10 കുട്ടികൾക്ക് കേരളത്തിൽ എവിടെയെങ്കിലും എല്ലാ വർഷവും, അത് 3 ദിവസം, ഞങ്ങളിപ്പോ ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ വർഷം 3 ദിവസവും പിറ്റത്തെ വർഷം 5 ദിവസവും, ഈ വർഷം ഞങ്ങൾ 10 ദിവസത്തെ ക്യാമ്പാണ് ആൺകുട്ടികൾക്ക് വേണ്ടി നടത്തിയത്. അപ്പൊ അടുത്ത വർഷം അന്തർജന സഭയുടെയും ഇത്തരം സരിത അയ്യർ പോലെയുള്ള വ്യക്തിത്വങ്ങളുടെ സഹായത്തോട് കൂടിയിട്ട് ഒരു 3 ദിവസത്തെ മുഴുവൻ സമയ ക്യാമ്പ് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം. അപ്പൊ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ പിന്തുണയുണ്ടാവും. അപ്പൊ അതിന് ഒരുങ്ങണം. നിർബന്ധമായും ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ കുട്ടികൾക്കും കൂടി എത്തിയാൽ മാത്രമേ നമുക്ക് അത് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊരു നിർദ്ദേശം കൂടി വെക്കുകയാണ്. നമസ്കാരം, നന്ദി. തീർച്ചയായിട്ടും ചെയ്യണം. പുരുഷ സൂക്തവും ശ്രീരുദ്രവും എല്ലാം പെൺകുട്ടികളെയും പഠിപ്പിക്കണം. അത്രമാത്രം ഊർജ്ജം അവരിലും ഉണ്ടാകണം. വേദമന്ത്രങ്ങളെല്ലാം പെൺകുട്ടികളെയും പഠിപ്പിക്കണം. ഇതെല്ലാം പെൺകുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നതാണ്. അവർക്ക് ഉപനയനം ഉണ്ടായിരുന്നു. സീതാദേവിക്കൊക്കെ പൂണൂലുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കൗസല്യാദേവിയും പാഞ്ചാലിയും ഒക്കെ നന്നായിട്ട് വേദം ചൊല്ലുന്നവരായിരുന്നു. ഒരു കാലഘട്ടത്തിൽ അത് മാറിപ്പോയതാണ്. പെൺകുട്ടികളെ വേദം എല്ലാം നന്നായിട്ട് പഠിപ്പിക്കണം. ശ്രീരുദ്രമൊക്കെ സ്വരത്തോടു കൂടി നന്നായിട്ട് പഠിപ്പിക്കണം. അതിനുള്ള ക്ലാസ്സുകൾ വേണം. ഗുരുമുഖത്തുനിന്ന് ഉപദേശിച്ചു മാത്രമേ പഠിക്കാവുള്ളൂ. അത് മാത്രം ശ്രദ്ധിച്ചോണം. കാരണം സ്വരം മാറുമ്പോ അർത്ഥം മാറും. അപ്പൊ അതുകൊണ്ട് ഞാനൊക്കെ, എനിക്ക് ഹസ്ബൻഡ് തന്നെയാണ് ശ്രീരുദ്രവും പുരുഷ സൂക്തവും ഒക്കെ ഞങ്ങളെ പഠിപ്പിച്ചത്. അപ്പൊ അങ്ങനെ ആ ഗുരുമുഖത്ത് നിന്ന് തന്നെ അത് ഉപദേശിച്ച് കിട്ടണം. അത് മാത്രമേ ശ്രദ്ധിക്കുക. നമസ്കാരം. നമസ്കാരം. എന്റെ പേര് മിനി. ഞാൻ ഒറ്റപ്പാലത്തു നിന്നാണ്. എനിക്ക് സരിതാജിയുടെ ഞാൻ യൂട്യൂബിലും ഒക്കെ കുറെ കേട്ടിട്ടുണ്ട്. നേരിട്ട് ഇങ്ങനെ ഒരു ഓൺലൈനിലെങ്കിലും ഇങ്ങനെ ഒരു പരിപാടി അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു വെരി മച്ച്. ഇങ്ങനെ ഒരു പരിപാടി അറേഞ്ച് ചെയ്തതിൽ വളരെ സന്തോഷം. ഇനിയും ഇതുപോലെയൊക്കെ നല്ല ക്ലാസ്സുകൾ കേൾക്കാൻ താല്പര്യമുണ്ട്. താങ്ക് യു വെരി മച്ച്. കൃതജ്ഞത അറിയിക്കാനായിട്ട് സ്മിത ചെറുവക്കാട് ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്തേ. സംസ്കൃതം മൂലഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി നടക്കുന്ന ഈ ഓൺലൈൻ പ്രഭാഷണ പരമ്പര നല്ല ഭംഗിയായിട്ട് നടന്നു വരുന്നു. ഇന്നത്തെ ഈ സായാഹ്നത്തിൽ പ്രാർത്ഥന ചൊല്ലിയ ഗീത എറാഞ്ചേരി അവർകൾക്കും അതുപോലെ സ്വാഗതം ആശംസിച്ച ഹേമയ്ക്കും നന്ദി ആദ്യം പറയട്ടെ.
ഇനി എത്ര ഹൃദ്യമായിട്ടാണ് ഈ ക്ലാസ്, അതും എത്ര ലളിതമായിട്ട്, അതുപോലെ കുട്ടികൾക്ക് പോലും, കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ വളരെ നല്ല ഈ പ്രഭാഷണം. എത്ര കേട്ടിരുന്നാലും അതുപോലെ ഇത് നമ്മൾ അത്രയും ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പം എന്താ A+ പോയി അതിന് ആത്മഹത്യ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്ന കുട്ടികളുടെ ഇടയിലേക്ക് നമുക്ക് ഈ കുട്ടികൾക്ക് കൂടെ ഈ ക്ലാസ്സുകൾ നമ്മുടെ ഈ അന്തർജന സഭയുടെ നേതൃത്വത്തിൽ നമുക്ക് കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അത്രയും, അതായത് എന്താണ്, നമുക്ക് തുളസി ചരിതവും സാവിത്രി ചരിതവും എല്ലാം എത്ര ലളിതമായിട്ടും ഹൃദ്യമായിട്ടുമാണ് പറഞ്ഞു തന്നത്. അങ്ങനെ പറഞ്ഞു തന്ന സരിതാജിക്കും ഞാൻ അന്തർജന സഭയുടെ പേരിലും സ്വന്തം പേരിലും എല്ലാം നന്ദി പ്രകാശിപ്പിക്കുന്നു. അതുപോലെ ഈ ഉദ്യമത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറയുന്നു. വേദവാക്യങ്ങളെയും ഋഷിവചനങ്ങളെയും ഉൾക്കൊണ്ട് ജീവിക്കാൻ നമ്മുടെ കുട്ടികളെയും നമുക്ക് പ്രാപ്തരാക്കാൻ ശ്രമിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു സ്മൃതി. ഇപ്പോൾ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി